ദ സീക്രറ്റ് ബൈ റോണ്ട ബേൺ. ഈ പുസ്തകം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഈ രഹസ്യവും നിങ്ങളുടെ ജീവിതത്തെ സ്നേഹവും സന്തോഷവും കൊണ്ട് സമ്പുഷ്ടമാക്കട്ടെ. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോസ് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുക. എന്തിന് ഞാൻ ഈ പുസ്തകം വായിക്കണം? അതിനുള്ള ഉത്തരം റോണ്ട ബേൺ പറയുന്നത് ഈ ചാപ്റ്ററിലൂടെ ഈ അധ്യായങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. അധ്യായം 1 രഹസ്യം വെളിപ്പെടുത്തുന്നു. അധ്യായം 2 രഹസ്യം കൂടുതൽ ലളിതമാക്കപ്പെടുന്നു. അധ്യായം 3 രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ. അധ്യായം 4 സുശക്തമായ പ്രക്രിയ. അധ്യായം 5 ധനത്തിലേക്കുള്ള രഹസ്യം. അധ്യായം 6 ബന്ധങ്ങൾക്കുള്ള രഹസ്യം. അധ്യായം 7 ആരോഗ്യത്തിനുള്ള രഹസ്യം. അധ്യായം 8 ലോകത്തിനുള്ള രഹസ്യം. അധ്യായം 9 നിങ്ങൾക്കുള്ള രഹസ്യം. അധ്യായം 10 ജീവിതത്തിനുള്ള രഹസ്യം. അധ്യായം 1 രഹസ്യം വെളിപ്പെടുത്തുന്നു. ഈ അധ്യായം പൂർണ്ണമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന രത്നചുരുക്കം പ്രധാനമായിട്ടും 5 ആശയങ്ങളാണ്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. 1. ജീവിതത്തിൻ്റെ മഹത്തായ രഹസ്യമാണ് ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ. നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് അനന്തമായ ഒരു ശക്തി മൂലമാണ്. നമ്മളെല്ലാം സ്വയം നയിക്കുന്നത് ഒരു നിയമങ്ങൾക്കനുസരിച്ച് മാത്രമാണ്. പ്രകൃതിയുടെ നിയമങ്ങൾ അത്യന്തം സൂക്ഷ്മവും കൃത്യവുമാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വാട്ട് എവർ വി ഫോക്കസ് ദാറ്റ് വിൽ എക്സ്പാൻഡ് ഇൻ അവർ ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്തിലാണോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അത് നിങ്ങളെ തേടി വരും. അത് നമുക്ക് നിഷ്പ്രയാസം നേടാൻ കഴിയും. അതെത്ര വലുതായാലും ചെറുതായാലും പ്രശ്നമല്ല. ലോകത്തിൽ ആകെ സമ്പാദിക്കുന്ന സമ്പത്തിൻ്റെ 96% ലോക ജനതയുടെ 1% കയ്യിൽ ഒതുങ്ങിയത് എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ധാരാളം സമ്പത്തുണ്ടാക്കിയവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഈ രഹസ്യം അവർ പ്രയോജനപ്പെടുത്തിയിരുന്നു. അവരുടെ ചിന്തകൾ സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് മാത്രമായിരുന്നു. സമ്പത്തിനെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളാണ് അവരറിഞ്ഞോ അറിയാതെയോ സമ്പത്തിനെ അവരിലേക്ക് ആകർഷിച്ചത്. അവിടെ ആകർഷണ നിയമം നന്നായി പ്രവർത്തിച്ചു. ഈ അധ്യായത്തിലെ 2ാമത്തെ ആശയം ഇങ്ങനെയാണ്: സമാനമായവ തമ്മിൽ ആകർഷിക്കും എന്ന് ആകർഷണ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ സമാനമായ ചിന്തകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു സ്വയം കാന്തമാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ മറ്റൊരു കാന്തം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും ശക്തിയേറിയ കാന്തം. ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും ശക്തിയേറിയ കാന്തിക പ്രഭാവം നിങ്ങളിലുണ്ട്. അളക്കാനാവാത്ത ഈ കാന്തിക ശക്തി നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് വികിരണം ചെയ്യപ്പെടുന്നത്. അടിസ്ഥാനപരമായിട്ട് ആകർഷണ നിയമം പറയുന്നത് സമാനമായവ തമ്മിൽ ആകർഷിക്കും എന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ചിന്തയുടെ തലത്തിലാണ്. നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ചിന്തിക്കും തോറും അത് കൂടുതൽ മോശമായി തോന്നും. അതിന് കാരണം കുറച്ചു നേരം നിങ്ങൾ ഒരു കാര്യം തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആകർഷണ നിയമം ഉടനെ തന്നെ സമാനമായ കുറേ ചിന്തകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മനസ്സ് സമാനമായ അസുഖ ചിന്തകളെ കൊണ്ട് നിറയും. സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അസ്വസ്ഥനാകും. സമാനമായ ചിന്തകൾ ആകർഷിക്കപ്പെടുന്നത് ചില പാട്ടുകൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഈ ഗാനം നിങ്ങളെ വിട്ടുപോവാതെ നിങ്ങളോടൊപ്പം നിലനിൽക്കുന്നത് പോലെ തോന്നും. അത് വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ആവർത്തിക്കും. ആ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും അതിൽ മുഴുകി. ആ ഗാനം ചിന്തയുടെ ഒരു കേന്ദ്രമായി. അപ്പോൾ ആ ഗാനത്തെക്കുറിച്ചുള്ള സമാനമായ ചിന്തകളെ നിങ്ങളെ ശക്തമായി ആകർഷിക്കുന്നുണ്ടായിരുന്നു.
അതിനനുസരിച്ച് ആകർഷണ നിയമം പ്രവർത്തിച്ച് ആ ഗാനത്തെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകൾ വീണ്ടും വീണ്ടും കൊണ്ടുവരും. ഈ അധ്യായത്തിലെ 3-ാമത്തെ ആശയം ഇങ്ങനെയാണ്: ചിന്തകൾക്ക് കാന്തിക ശക്തിയുണ്ട്. ചിന്തകൾക്ക് നിശ്ചിത തരംഗ ദൈർഘ്യവുമുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. അവ അതേ തരംഗ ദൈർഘ്യത്തിലുള്ള സമാനമായവയെ എല്ലാം കാന്തം പോലെ ആകർഷിക്കുന്നു. പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതെല്ലാം നമ്മുടെ ഉത്ഭവസ്ഥാനത്തേക്ക്, അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ചിന്തകൾക്ക് ഒരു തരംഗ ദൈർഘ്യമുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. എന്നാൽ പലർക്കും മനസ്സിലാവാത്ത കാര്യമാണ്, ചിന്തകളെ നമുക്ക് അളക്കാൻ കഴിയും. നിങ്ങളൊരു ചിന്ത മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ഒരു പുതുപുത്തൻ കാർ നിങ്ങൾക്ക് സ്വന്തമായതായി, നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കയ്യിലുള്ളതായിട്ട്, നിങ്ങളുടെ സ്വന്തമായ ഒരു ബിസിനസ് അല്ലെങ്കിൽ വലിയൊരു സ്ഥാപനം പടുത്തുയർത്തുന്നതായിട്ട്, ജീവിതത്തിലെ പങ്കാളിയെ കണ്ടെത്തുന്നതായി എല്ലാം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു തരംഗം പ്രസരിപ്പിക്കുകയാണ്. ഈ അധ്യായത്തിലെ 4-ാമത്തെ ആശയം അത് ഇങ്ങനെയാണ്: നിങ്ങൾ ചിന്തകളുടെ തരംഗങ്ങൾ പ്രസരിപ്പിക്കുന്ന ഒരു മനുഷ്യ പ്രക്ഷേപണ ടവർ പോലെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തുക. അതുവഴി നിങ്ങളുടെ തരംഗ ദൈർഘ്യം മാറ്റുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഭാവി ജീവിതം നിർമ്മിക്കുന്നത്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, എന്തിലാണോ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. നിങ്ങൾ ഒരു മനുഷ്യ പ്രക്ഷേപണ ടവർ പോലെയാണ്. ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഏത് ടെലിവിഷൻ ടവറിനേക്കാളും കൂടുതൽ ശക്തിയുള്ള ഒരു പ്രക്ഷേപണ ടവർ നിങ്ങൾക്കുണ്ട്. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തി കൂടിയ പ്രക്ഷേപണ ടവറാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രക്ഷേപണമാണ് നിങ്ങളുടെ ജീവിതത്തെ നിർമ്മിക്കുന്നതും ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കുന്നതും. നിങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന തരംഗങ്ങൾ നഗരങ്ങൾ കടന്ന്, രാജ്യങ്ങൾ കടന്ന്, ലോകത്തെ തന്നെ കടന്നു പോകുന്നു. ഇത് ഈ പ്രപഞ്ചത്തിലാകെ പ്രതിധ്വനിക്കുന്നു. ആ തരംഗങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ ഈ ചിന്തകൾ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതിലൂടെ ലഭിക്കുന്ന ദൃശ്യങ്ങളാണ് ഒരു ടെലിവിഷൻ സ്ക്രീനിലല്ല കാണുന്നത്. അവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൃശ്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ ചിന്തകളുടെ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. അവ അതേ തരംഗ ദൈർഘ്യത്തിലുള്ള സമാനമായവയെ നിങ്ങളിലേക്ക് മാത്രം ആകർഷിക്കുന്നു. അവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഈ അധ്യായത്തിലെ അവസാനത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങളുടെ ചിന്തകൾ വസ്തുക്കളായിട്ട് മാറും. തിന്മയ്ക്ക് പകരം ഇന്നു മുതൽ നമ്മൾ നന്മയെ മാത്രം ആകർഷിക്കുക. ആളുകൾ അവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം ഇത് മാത്രമാണ്. അവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കാൾ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. കടം വേണ്ട, ദാരിദ്ര്യം വേണ്ട, ബുദ്ധിമുട്ടുകൾ വേണ്ട, പ്രയാസം വേണ്ട, രോഗം വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട എന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അത് മാത്രം നിങ്ങളിലേക്ക് മാത്രമായിട്ട് ആകർഷിക്കപ്പെടുന്നു. ഇന്ന് മുതൽ ഉറച്ച ഒരു തീരുമാനമെടുക്കുക. തിന്മയ്ക്ക് പകരം നന്മയെ മാത്രമേ ഞാൻ ആകർഷിക്കുകയുള്ളൂ. സമയത്തിൻ്റെ ആരംഭം മുതൽ ഈ നിയമവും ആരംഭിച്ചു. അതെപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ക്രമത്തെയും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ കാര്യത്തെയും നിശ്ചയിക്കുന്നത് ഈ നിയമമാണ്. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം. നിങ്ങൾ ആരായാലും എവിടെയായാലും നിങ്ങളുടെ ജീവിതാനുഭവത്തിന് രൂപം നൽകുന്നത് ആകർഷണ നിയമമാണ്. നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് സർവശക്തമായ ഈ നിയമം പ്രവർത്തിക്കുന്നത്. ആകർഷണ നിയമത്തെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് നിങ്ങളത് ചെയ്യുന്നത്. റോണ്ട ബേൺ എഴുതിയിട്ടുള്ള ദ സീക്രട്ട് എന്ന പുസ്തകം നിങ്ങൾ ചുമ്മാ ഒന്ന് വായിച്ചു നോക്കുന്ന അല്ലെങ്കിൽ ഒരു കേൾവിക്കാരൻ മാത്രമായിട്ട് മാറരുത്. നിങ്ങളുടെ ലൈബ്രറിയിൽ സൂക്ഷിക്കാവുന്ന ഒരു റിസർച്ച് അല്ലെങ്കിൽ ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും നിർബന്ധമായും ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റണം. ഏത് പ്രയാസങ്ങളിലും ഏത് പ്രതിസന്ധികളിലും കൂട്ടിനായിട്ട് ഈ പുസ്തകത്താളുകൾ ഒന്ന് മറിച്ചു നോക്കിയാൽ മാത്രം മതി.
ഈ പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. പുസ്തകത്തിൻ്റെ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആകർഷണ നിയമം നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കും. ദ സീക്രറ്റ് ബൈ റോണ്ട ബേൺ. റോണ്ട ബേൺ എഴുതിയിട്ടുള്ള രഹസ്യം എന്ന പുസ്തകത്തിലെ അധ്യായം 2, ദ സീക്രറ്റ് മെയ്ഡ് സിമ്പിൾ. രഹസ്യം ലളിതമാക്കപ്പെടുന്നു. ഈ 2ാമത്തെ അധ്യായം പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 7 പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഈ അധ്യായത്തിലെ 7 പ്രധാനപ്പെട്ട രത്ന ചുരുക്കം എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. 1ാമത്തെ ആശയം ഇങ്ങനെയാണ്: ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ്. അത് ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ നിഷ്പക്ഷമാണ്. നമുക്കറിയാം ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് എന്നത്. വാട്ട് എവർ വി ഫോക്കസ് ദാറ്റ് വിൽ എക്സ്പാൻഡ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത്, എന്തിനെക്കുറിച്ചാണോ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ചില നിയമങ്ങളുണ്ട്. ഗുരുത്വാകർഷണ നിയമം എന്നതുപോലെ തന്നെ നിങ്ങളൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ് എന്നിരിക്കട്ടെ. ഒരു നല്ലയാളോ ദുഷ്ടനോ പാവപ്പെട്ടവനോ പണക്കാരനോ ആരുമാവട്ടെ, നിങ്ങൾ ഭൂമിയിൽ പതിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖവും സന്തോഷവും സമാധാനവും വിഷമങ്ങളും എല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചവ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ആ കാർ ആക്സിഡൻറ്റ് ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലല്ലോ എന്നത്. ചിലപ്പോൾ തോന്നും, എനിക്കെന്നും തലവേദനയായ ഈ ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ആകർഷിച്ചിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഈ കടബാധ്യതകൾ അതൊന്നും ഞാൻ എന്നിലേക്ക് ആകർഷിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയത്? അതെ, നിങ്ങൾ തന്നെയാണ് അവയൊക്കെ നിങ്ങളിലേക്ക് ആകർഷിച്ചത്. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം. ഉൾക്കൊള്ളാൻ ഏറെ വിഷമമുള്ള ആശയങ്ങളിൽ ഒന്ന് തന്നെയാണിത്. പക്ഷേ ഒരിക്കൽ നിങ്ങളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഈ അധ്യായത്തിലെ 2ാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങൾ നിരന്തരമായ ചിന്തകളിലൂടെ വിളിച്ചു വരുത്താതെ യാതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് വരില്ല. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ചിന്തയെയും നിരീക്ഷിക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമാണ്, അസാധ്യമാണ്. നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോകുന്ന ഏകദേശം 60,000-ലധികം ചിന്തകൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഈ 60,000 ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുമാത്രം ക്ഷീണിതനായിക്കൊണ്ടിരിക്കും. അതിനൊരു എളുപ്പ വഴിയുണ്ട്. അതാണ് നമ്മുടെ വികാരങ്ങൾ. നാം എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ വികാരങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ചാൽ മാത്രം മതി. ഈ അധ്യായത്തിലെ 3ാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങൾ എന്തു ചിന്തിക്കുന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾ എന്ത് വികാരമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചാൽ മാത്രം മതി. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് പെട്ടെന്ന് അറിയാനുള്ള ഉപകരണമാണ് നിങ്ങളുടെ വികാര സ്തോഭങ്ങൾ. ഈ അധ്യായത്തിലെ 4ാമത്തെ ആശയം ഇങ്ങനെയാണ്: ഒരേ സമയം നിങ്ങളുടെ മനസ്സിൽ മോശമായ ചിന്തകളും ഉത്തമമായ വികാരങ്ങളും ഉണ്ടാവുക എന്നത് അസാധ്യമാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കുക ഇല്ല. ഈ അധ്യായത്തിലെ 5ാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ തരംഗ ദൈർഘ്യം. നിങ്ങൾ ഏത് തരംഗ ദൈർഘ്യത്തിലുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വികാര അനുഭവങ്ങളിൽ നിന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. നിങ്ങൾക്ക് മോശമായി തോന്നുന്ന സമയങ്ങളിൽ നിങ്ങളുടെ തരംഗങ്ങൾ അത്തരം കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കും. നിങ്ങളുടെ നിങ്ങളുടെ വികാരാനുഭവങ്ങളിൽ സുഖാനുഭവമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടുതൽ നല്ല കാര്യങ്ങൾ അതിശക്തമായിട്ട് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങൾ എന്തു ചിന്തിക്കുന്നു എന്നതിനേക്കാൾ മുഖ്യമായിട്ട് നിങ്ങൾ എന്ത് വികാരമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്, അതാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. അതുകൊണ്ടാണ് ചിലർ കാലത്ത് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവരുടെ കാൽ വിരൽ ഒന്ന് മടങ്ങിയാൽ പോലും വല്ലാത്ത പ്രശ്നത്തിലാവുന്നത്. അവർക്ക് അന്നത്തെ ദിവസം മുഴുവൻ കുഴപ്പമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അവർ തരണം ചെയ്യുന്നു. അവരുടെ വികാര സ്തോഭങ്ങളിൽ ചെറിയ മാറ്റം വരുന്നത് പോലും അവരുടെ ആ ദിവസത്തെ ആകെയും
അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ തന്നെയും മാറ്റിമറിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് അവർക്കറിയില്ല. നിങ്ങൾ നല്ല നിലയിൽ ഒരു ദിവസം ആരംഭിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം നിങ്ങളുടെ മാനസികാവസ്ഥയെ കേടുവരുത്താതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ആ ദിവസം മുഴുവൻ ഒരു നല്ല മാനസിക അവസ്ഥയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആകർഷണ നിയമപ്രകാരം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം സന്തോഷത്തിൻ്റെ വികാരങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വ്യക്തികളെയും സന്ദർഭങ്ങളെയും നിങ്ങൾ എപ്പോഴും നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കണം. ഈ അധ്യായത്തിലെ 6ാമത്തെ ആശയം ഇങ്ങനെയാണ്: സുഖമുള്ള ഓർമ്മകൾ, പ്രകൃതി, ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സംഗീതം തുടങ്ങിയ ഉപാധികൾക്ക് നിങ്ങളുടെ വികാരങ്ങളെ മാറ്റാൻ ഒരുപാട് കഴിയും. അവ നിങ്ങളുടെ തരംഗങ്ങളെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ ഇന്നു മുതൽ നല്ല ആരോഗ്യമുണ്ടെന്ന് മനസ്സിൽ തോന്നി തുടങ്ങണം. നിങ്ങൾക്ക് നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടെന്ന് തോന്നി തുടങ്ങണം. നിങ്ങൾക്ക് അളവറ്റ സ്നേഹം ലഭിക്കുന്നതായിട്ട് തോന്നി തുടങ്ങണം. യഥാർത്ഥത്തിൽ ഇതൊന്നും ഇല്ലെങ്കിലും അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക? പ്രപഞ്ചം നിങ്ങൾ ചിന്തിക്കുന്നതിനോട്, നിങ്ങളുടെ ആ രാഗലയത്തോട് സാദൃശ്യപ്പെടും. പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിലേക്ക് വികാരങ്ങളോട് സാദൃശ്യപ്പെടുകയും അവയെ നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. ഈ അധ്യായത്തിലെ 7ാമത്തെ ആശയം ഇങ്ങനെയാണ്: സ്നേഹം എന്ന വികാരമാണ് നിങ്ങൾക്ക് പ്രസരിപ്പിക്കാവുന്ന ഏറ്റവും വലിയ തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. എത്രത്തോളം ശക്തമായിട്ട് സ്നേഹം തോന്നുകയും അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുന്നുവോ അത്രയും കൂടുതൽ ശക്തി നിങ്ങളുടെ സ്വാധീനത്തിൽ വരും എന്നാണ് ഈ അധ്യായത്തിലെ 7ാമത്തെ ആശയം നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. സ്നേഹത്തിൻ്റെ ശക്തിയേക്കാൾ വലിയൊരു ശക്തി ഈ ലോകത്തിലില്ല. നിങ്ങൾ പ്രസരിപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള തരംഗദൈർഘ്യം എന്ന് പറയുന്നത് സ്നേഹം എന്ന വികാരത്തിൻ്റേതാണ്. നിങ്ങളുടെ ചിന്തകളെ സ്നേഹം കൊണ്ട് പൊതിയാൻ കഴിഞ്ഞാൽ, ചുറ്റുപാടുള്ള എന്തിനേയും ആരെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു പരിവർത്തനം തന്നെ സംഭവിക്കും. റോണ്ട ബേൺ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: ഇത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ മാത്രം ജീവിതമാണ്. അത് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ജീവിതം എന്നത് കഠിനവും ദുരിതപൂർണമായിരിക്കുകയും ആകും എന്നാണ് ഇതുവരെ നിങ്ങൾ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ആകർഷണ നിയമപ്രകാരം, ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചത് കഠിനവും ഒരുപാട് ദുരിതപൂർണവുമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കാം. ഈ നിമിഷം പ്രപഞ്ചത്തോട് ഉറക്കെ വിളിച്ചു പറയുക: ജീവിതം എത്ര എളുപ്പമാണ്, ജീവിതം എത്ര മനോഹരമാണ്, എല്ലാ നന്മകളും ഒന്നൊന്നായി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 7 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ അധ്യായം പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത്. ഈ പുസ്തകം നിങ്ങൾ നിർബന്ധമായിട്ടും സ്വന്തമാക്കേണ്ട ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഒരു റഫറൻസിനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകമായിട്ട് കൂടെ കൊണ്ടുപോകാം ദ സീക്രറ്റ് എന്ന പുസ്തകം. ഇത് വായിക്കാൻ അല്ലെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെയും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ദ സീക്രറ്റ് ബൈ റോണ്ട ബേൺ. റോണ്ട ബേൺ എഴുതിയിട്ടുള്ള രഹസ്യം എന്ന പുസ്തകത്തിലെ അധ്യായം 3 ഹൗ ടു യൂസ് ദ സീക്രറ്റ്, രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ, ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെ. ഈ അധ്യായം പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 9 രത്നച്ചുരുക്കമാണ്. അതായത് ജീവിതത്തിൽ പകർത്തേണ്ട 9 ആശയങ്ങൾ. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ആകർഷണ നിയമം എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വാട്ട് എവർ വി ഫോക്കസ് ദാറ്റ് വിൽ എക്സ്പാൻഡ് ഇൻ അവർ ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു എന്ന മനോഹരമായ തത്വം. ഈ അധ്യായത്തിലെ 1ാമത്തെ ആശയം ഇങ്ങനെയാണ്: ആവശ്യപ്പെടുക, വിശ്വസിക്കുക, സ്വീകരിക്കുക എന്നിങ്ങനെ ലളിതമായ 3 പടികളിലൂടെ അല്ലെങ്കിൽ 3 സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും സൃഷ്ടിക്കാൻ ഈ സൃഷ്ടി പ്രക്രിയ നിങ്ങളെ സഹായിക്കും. ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതെന്ന് വളരെ മനോഹരമായിട്ടുള്ള ഈ 3 സ്റ്റെപ്പുകളിലൂടെയാണ് ഈ ചാപ്റ്റർ നമ്മളെ കൊണ്ടുപോകുന്നത്.
ഈ അധ്യായത്തിലെ രണ്ടാമത്തെ ആശയം ഇങ്ങനെയാണ്: ആവശ്യപ്പെടുക. എന്നാൽ നമ്മൾ പ്രപഞ്ചത്തോട് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് സ്വന്തം മനസ്സിൽ വ്യക്തമാക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മനസ്സിൽ വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ടു എന്നർത്ഥം. അതായത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ്, ആവശ്യപ്പെടുക എന്നതാണ്. പ്രപഞ്ചത്തോട് കൽപ്പിക്കുക നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് എന്നത് പ്രപഞ്ചം അറിയട്ടെ. പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിച്ചു തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നത് കൃത്യമായിട്ടുള്ളൊരു വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പുതിയ പേനയും ഒരു പുതിയ നോട്ട്ബുക്കും ഇതിനായിട്ട് മാത്രം മാറ്റിവെക്കുക. എന്നിട്ട് നിങ്ങൾ വാസ്തവത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നത് വർത്തമാനകാലത്തിൽ ആ നോട്ട്ബുക്കിൽ 1, 2, 3 എന്നിങ്ങനെ എഴുതി വയ്ക്കുക. അത് ഇങ്ങനെയാകാം: ആകയാൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. എന്നിട്ട് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വർത്തമാനകാലത്തിൽ എഴുതുക. തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എന്തായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് വിശദീകരിച്ചുകൊണ്ട് എഴുതുക. വേണ്ടത് എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. പക്ഷേ അതെന്താണെന്ന് നിങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ടാകണം. അത് നിങ്ങളുടെ മാത്രം ജോലിയാണ്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക: നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വ്യക്തത ഇല്ല എങ്കിൽ ആകർഷണ നിയമത്തിന് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല. നിങ്ങൾ സമ്മിശ്ര തരംഗങ്ങളായിരിക്കും നിങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുക. അതിനാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതും സമ്മിശ്ര ഫലങ്ങൾ മാത്രമായിരിക്കും. ജീവിതത്തിൽ ഒരു പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കാം. ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമായിട്ട് തന്നെ നിശ്ചയിക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും നേടാം, എന്തുമായി തീരാം. ഒരു പരിമിതിയും ഇല്ല. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സൃഷ്ടി പ്രക്രിയയിലെ ആദ്യ പടി എന്നത് ചോദിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക എന്നതാണ്. അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഒരു ശീലമാക്കുക. ഏത് വഴി തിരഞ്ഞെടുക്കണം എന്ന് ഉറപ്പില്ലെങ്കിലും ചോദിക്കുക. ജീവിതത്തിൽ ഒരിക്കലും എവിടെയും തട്ടിത്തടഞ്ഞ് നിൽക്കരുത്. പ്രപഞ്ചത്തോട് ചോദിക്കുക. ഈ അധ്യായത്തിലെ മൂന്നാമത്തെ ആശയം ഇങ്ങനെയാണ്: വിശ്വസിക്കുക. എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും ആണ്. നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന തരംഗം നിങ്ങൾ പ്രസരിപ്പിക്കുമ്പോൾ ആകർഷണ തത്വം, അതായത് ലോ ഓഫ് അട്രാക്ഷൻ, അതുമായി ബന്ധപ്പെട്ട ആളുകളെയും സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് അത് നേടിത്തരുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ ചലിപ്പിക്കുന്നു. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണിത്. നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ചോദിച്ച മാത്രയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടേതായി എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ആഗ്രഹിച്ച വസ്തു നിങ്ങളുടേതായി എന്ന് കണക്കാക്കുക. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അത് നിങ്ങളുടെ പക്കൽ ഉണ്ടാവും. അത് വരട്ടെ. അതിനെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക. എനിക്ക് അത് ഇല്ലല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് സ്വന്തമാണ്. അത് നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ട് എന്ന് മാത്രം ചിന്തിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്കവരും നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് ആഗ്രഹിക്കാൻ സ്വയം തയ്യാറാകാറില്ല. അത് എങ്ങനെ സംഭവ്യമാകും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതെങ്ങനെ സംഭവിക്കും എന്ന് ആശങ്ക മൂലമാണിത്. ഒരല്പം ഗവേഷണം നടത്തിയാൽ നിങ്ങൾക്ക് വ്യക്തമാകും. എന്തെങ്കിലും നിറവേറ്റിയിട്ടുള്ളവർ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുത്തിട്ടുള്ളവർ ആരും തന്നെ അത് എങ്ങനെ സാധിക്കും എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്തത്. അവർ അത് ചെയ്യും എന്ന് മാത്രം അവർക്കറിയാമായിരുന്നു. അത് എങ്ങനെയാണ് വരിക എന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. പ്രപഞ്ചം എങ്ങനെ അതിനായി സ്വയം ക്രമീകരിക്കും എന്നും നിങ്ങൾ അറിയേണ്ടതില്ല. എങ്ങനെയാണ് അത് നടക്കുക, പ്രപഞ്ചം എങ്ങനെയാണ് നിങ്ങൾക്കത് എത്തിച്ചു തരും എന്നൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അത് നിങ്ങളുടെ ജോലിയല്ല. പ്രപഞ്ചം അത് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു കൊള്ളും. ഈ അധ്യായത്തിലെ നാലാമത്തെ ആശയം ഇങ്ങനെയാണ്: സ്വീകരിക്കുക. ലോ ഓഫ് അട്രാക്ഷനിലെ മൂന്നാമത്തെ ഘട്ടം. ഈ ഘട്ടത്തിൽ ആഗ്രഹം, അതായത് നമ്മൾ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അതേ വികാരാനുഭവം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അനുഭവിച്ചറിയണം. ആ സുഖാനുഭൂതി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വസ്തുവിൻ്റെ സമാനമായ തരംഗത്തിൽ പ്രപഞ്ചം നിങ്ങളെ കൊണ്ട് എത്തിക്കും. കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന നിയമത്തിലെ
മൂന്നാമത്തെ സ്റ്റെപ്പാണിത്. സ്വീകരിക്കുക എന്നത് അവസാനത്തെ ഘട്ടം. ഈ ഘട്ടത്തിൽ നമ്മൾ എന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറയണം. ആഗ്രഹിച്ചത് നമ്മുടെ കയ്യിൽ എത്തിയാൽ നമ്മൾ എത്രത്തോളം സന്തോഷിക്കുന്നു അത്രത്തോളം സന്തോഷിക്കണം. ആ വികാരം അപ്പോൾ ഉണ്ടാകണം. ഈ പ്രക്രിയയിൽ നല്ല മാനസികാവസ്ഥ ഉണ്ടാക്കുക അല്ലെങ്കിൽ സന്തോഷം തോന്നുക എന്നത് സുപ്രധാനമാണ്. നമ്മുടെ മനസ്സിൽ നല്ലൊരു സുഖം തോന്നുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക്, ആ തരംഗദൈർഘ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കും. ഈ അധ്യായത്തിലെ 5ാമത്തെ ആശയം ഇങ്ങനെയാണ്: ശരീരഭാരം കുറയ്ക്കാൻ ഭാരം കുറയ്ക്കുക എന്നതിലല്ല നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത്. മറിച്ച് എനിക്ക് ലക്ഷണമൊത്ത ശരീരം ഉണ്ട് എന്നതിലാണ്. ലക്ഷണമൊത്ത ശരീരമുള്ള അവസ്ഥയിലെ ആ വികാരം അനുഭവിക്കുക. അപ്പോൾ നിങ്ങൾ ആ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ തരംഗത്തിലേക്ക് നിങ്ങളിലേക്ക് വിളിച്ചു വരുത്തും. ഈ അധ്യായത്തിലെ 6ാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രത്യക്ഷമാകാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ നേടിയെടുക്കാൻ പ്രപഞ്ചത്തിന് സമയം ആവശ്യമില്ല. 1 രൂപ പ്രത്യക്ഷപ്പെടുന്നതും 1 കോടി രൂപ പ്രത്യക്ഷപ്പെടുത്തുന്നതും ഒരുപോലെ എളുപ്പമാണ്. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ. അത് ജീവിതത്തിൽ നേടിയെടുക്കാൻ എത്ര സമയമെടുക്കും? 30 മിനിറ്റ് അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 30 ദിവസം എന്നൊക്കെ പറഞ്ഞു തരാൻ ഒരു നിയമാവലിയും ഇന്നില്ല. അത് നിങ്ങളും പ്രപഞ്ചവും തമ്മിൽ പൊരുത്തപ്പെടുന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കും. ഈ അധ്യായത്തിലെ 7ാമത്തെ ആശയം ഇങ്ങനെയാണ്: ഒരു കപ്പ് കാപ്പി അല്ലെങ്കിൽ കാർ നിർത്താൻ നിങ്ങൾക്കൊരു പാർക്കിംഗ് സ്ഥലം എന്നിവ പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങിയാൽ, ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ആകർഷണ നിയമം പ്രവർത്തിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഫലപ്രദമായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ അനുഭവിച്ചറിയാം. എന്തെങ്കിലും ചെറിയ കാര്യത്തെ ആകർഷിക്കാൻ ശക്തമായിട്ട് തീരുമാനിക്കുക. ആകർഷിക്കാനുള്ള നിങ്ങളുടെ ശക്തി അനുഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയും. ഈ അധ്യായത്തിലെ 8ാമത്തെ ആശയം ഇങ്ങനെയാണ്: ഇന്നത്തെ ദിവസം എങ്ങനെയാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിൽ അതിനെ മുൻകൂറായിട്ട് സൃഷ്ടിക്കുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ബോധപൂർവം സൃഷ്ടിക്കാൻ കഴിയും. ഈ അധ്യായത്തിലെ 9ാമത്തെ ആശയം ഇങ്ങനെയാണ്: അലാവുദ്ദീനും അത്ഭുത വിളക്കും. അതിലെ ഭൂതത്തെ പോലെ ആകർഷണ തത്വം നിങ്ങളുടെ എല്ലാ കൽപ്പനകളും നിറവേറ്റിത്തരും. നമുക്കറിയാം, അലാവുദ്ദീനും അത്ഭുത വിളക്കിലും ഭൂതം എപ്പോഴും പറയുന്നത് എന്താണ്? താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്. നിങ്ങളുടെ ജീവിതം അതിലുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന് അതിമനോഹരമായിട്ട് ഈ കഥ വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ഭൂതം നിങ്ങളുടെ ഏത് ആഗ്രഹവും നിറവേറ്റി തരുന്നു. ആകർഷണ നിയമം, അതായത് ലോ ഓഫ് അട്രാക്ഷൻ ആണ് ആ ഭൂതം. അത് എല്ലായ്പ്പോഴും സമീപത്തുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ പ്രവർത്തിക്കുന്നത് എല്ലാം ഭൂതം ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് എന്ന് ഭൂതം കരുതുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ പ്രവർത്തിക്കുന്നത് അതുതന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രപഞ്ച നിയമം. നിങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ യജമാനൻ. നിങ്ങളെ സേവിക്കുകയാണ് ഭൂതത്തിൻ്റെ കടമ. നിങ്ങളുടെ ആജ്ഞകളെ ഭൂതം ഒരിക്കലും ചോദ്യം ചെയ്യില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഉടനെ തന്നെ ഭൂതം ഈ പ്രപഞ്ചത്തെ അതിനായി ചലിപ്പിക്കുന്നു. ആ ഭൂതം തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം. ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ നിങ്ങൾക്ക് ആരംഭിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു വഴിയും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു വഴി നിങ്ങൾക്കായിട്ട് തെളിഞ്ഞു വരും. പ്രിയ സുഹൃത്തുക്കളെ, സീക്രറ്റ് അഥവാ രഹസ്യം റോണ്ട ബേൺ എഴുതിയിട്ടുള്ള വളരെ മനോഹരമായ ഒരു പുസ്തകം. ജീവിതത്തിൽ നിങ്ങൾ വായിച്ചിരിക്കേണ്ടതും നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ലൈബ്രറിയിൽ നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കേണ്ടതുമായിട്ടുള്ള ഒരു അമൂല്യമായ ഒരു ഗ്രന്ഥമാണിത്. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും പല ഭാഷകളിലൊക്കെ ലഭ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ അത് വാങ്ങിയിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് പ്രതിസന്ധി വരുന്ന സമയത്തും ആ പുസ്തകം ഒന്നൊരു റഫറൻസ് ഗ്രന്ഥമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പുസ്തകം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ചാനലിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ തന്നെ ആമസോണിലൂടെ വഴി നിങ്ങൾക്ക് ആ പുസ്തകം സ്വന്തമാക്കാവുന്നതാണ്.
ഈ അധ്യായം പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ആശയം ഇങ്ങനെയാണ്: പ്രതീക്ഷ എന്നത് പ്രബലമായ ഒരു ആകർഷണ ശക്തിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രം പ്രതീക്ഷിക്കുക. നിങ്ങൾ ആഗ്രഹിക്കാത്തത് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുക. ഈ അധ്യായത്തിലെ രണ്ടാമത്തെ ആശയം ഇങ്ങനെയാണ്: ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നിങ്ങളുടെ ഊർജത്തിൻ്റെ ഗതി മാറ്റിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സുശക്തമായ ഒരു പ്രക്രിയയാണ് കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത്. ഇതുവരെ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളതിനെല്ലാം നിങ്ങൾ കൃതജ്ഞത ഉള്ളവനാകണം. അപ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പതിയെ പതിയെ ആകർഷിച്ചു തുടങ്ങും. നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു പുതിയ പേനയും ഒരു പുതിയ നോട്ട്ബുക്കും ഇതിനായിട്ട് മാത്രം മാറ്റിവെക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടി എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുക എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തിനൊക്കെയാണ് കൃതജ്ഞത ഉണ്ടാകേണ്ടത് എന്നത് മാത്രമാണ്. അതിൻ്റെ ഒരു പട്ടിക തയ്യാറാക്കാൻ തുടങ്ങലാണ്. ആ പുതിയ പേനയിൽ അതേപോലെ തന്നെ ആ പുതിയ നോട്ട്ബുക്കും എടുത്ത് ഓരോ കാര്യങ്ങളായിട്ട് കുറിച്ചെടുക്കുക. ഇത് പതിയെ പതിയെ നിങ്ങളുടെ ഊർജത്തിൻ്റെ ഗതി മാറ്റുന്നു. നിങ്ങളുടെ ചിന്തകളുടെ ഗതിയും മാറ്റാൻ തുടങ്ങുന്നു. നിങ്ങളെപ്പോഴും പണ്ട് പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചത്. ഇങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നിങ്ങൾ എഴുതി തുടങ്ങുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതം ഒരു പ്രത്യേക ദിശയിലേക്ക് മാറുകയാണ്. നിങ്ങൾക്ക് സുഖാനുഭവം തരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൃതജ്ഞതയോടുകൂടി ചിന്തിക്കാൻ തുടങ്ങുന്നു. ഈ അധ്യായത്തിലെ മൂന്നാമത്തെ ആശയം വളരെ മനോഹരമായൊരു ആശയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ മുൻകൂറായിട്ട് അഡ്വാൻസായിട്ട് നന്ദിയുണ്ടായാൽ അത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ അതിശക്തമായിട്ട് തന്നെ ചാർജ് ചെയ്ത് കൂടുതൽ കൂടുതൽ ശക്തമായ സിഗ്നലുകൾ പ്രപഞ്ചത്തിലേക്ക് അയക്കും. ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കുറച്ചുകൂടി ലളിതമായിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾക്കുള്ള നല്ല കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള നല്ല ചിന്തകൾ ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് കൃതജ്ഞത ഉണ്ടാകുന്ന കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾ കുറേ പരാതികളായിരിക്കും ചിലപ്പോൾ ആദ്യം പറയാനുണ്ടാവുക. ഞാൻ വേണമെന്ന് ആഗ്രഹിച്ച കാർ എനിക്ക് കിട്ടിയില്ല. നല്ലൊരു വീട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷേ അതും എനിക്ക് കിട്ടിയില്ല. എനിക്കിഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കിട്ടിയില്ല. നല്ല ആരോഗ്യം ഞാൻ അതിയായി ആഗ്രഹിച്ചു, പക്ഷേ അതും എനിക്ക് കിട്ടിയില്ല. നിർത്തൂ. ഇതെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സ്വന്തമായ കാര്യങ്ങൾ, അതിൽ കൃതജ്ഞത തോന്നാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടാകും. അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് ഇത് വായിക്കാൻ അല്ലെങ്കിൽ ഈ സീക്രട്ട് എന്ന പുസ്തകം വായിക്കണമെങ്കിൽ കണ്ണുണ്ട്. ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സുഹൃത്തിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചിന്തിക്കാനൊക്കെ കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് കൃതജ്ഞത ഉണ്ടാവുക അല്ലെങ്കിൽ അത് തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടുക തന്നെ ചെയ്യും. അത് നിങ്ങളിലേക്ക് മാത്രമായിട്ട് ആകർഷിക്കും. ഈ അധ്യായത്തിലെ നാലാമത്തെ ആശയം ഇങ്ങനെയാണ്. വിഷ്വലൈസേഷനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചാസ്വദിക്കുന്ന ചിത്രം മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് മനോദൃശ്യം അഥവാ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഉൾക്കാഴ്ച എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ മനോദൃശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിച്ചു കഴിഞ്ഞാലുള്ള അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥയുടെ ശക്തമായ ചിന്തകളും വികാരങ്ങളും നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. നിങ്ങൾ അതിനെ ഏത് വിധത്തിൽ മനസ്സിൽ കണ്ടുവോ ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ കൃത്യമായും അതേ വിധത്തിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരും. ഈ അധ്യായത്തിലെ അഞ്ചാമത്തെ ആശയം ഇങ്ങനെയാണ്. ആകർഷണ നിയമത്തെ അഥവാ ലോ ഓഫ് അട്രാക്ഷനെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിനെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ശീലമാക്കണം. അല്ലാതെ ഒറ്റത്തവണ ചെയ്യുന്ന സംഭവമാക്കരുത്.
നമുക്കറിയാം ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നത്. വാട്ട് എവർ വി ഫോക്കസ് ദാറ്റ് വിൽ എക്സ്പാൻഡ് ഇൻ അവർ ലൈഫ്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ സംസാരിക്കുന്നത്, നിങ്ങൾ എന്തിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അത് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന മനോഹരമായ ആ നിയമം. ഈ അധ്യായത്തിലെ 6ാമത്തെ വളരെ പ്രധാനപ്പെട്ട ആശയം ഇങ്ങനെയാണ്: നിങ്ങളുടെ ദിവസത്തിൻ്റെ അവസാനം നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് ആ ദിവസത്തെ സംഭവങ്ങളെല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കുക. രാവിലെ മുതൽ കിടക്കുന്നത് വരെയുള്ള ഓരോ സംഭവങ്ങളായിട്ട് ഓരോ മണിക്കൂർ ഇടവിട്ടുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു എൻ്റെ ജീവിതത്തിലെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുക. ഏതെങ്കിലും സംഭവമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഹൂർത്തമോ നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷനെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുപ്പോ വിദ്വേഷമോ തോന്നിയ ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇന്ന് കടന്നു പോയിട്ടുണ്ട് എങ്കിൽ, ആ രംഗത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ച ആ സിറ്റുവേഷനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഭേദഗതി വരുത്തി വീണ്ടും മനസ്സിൽ പുനരാവിഷ്കരിക്കുക. ഇത് പറയാൻ വളരെ എളുപ്പമുള്ളതും ചിലപ്പോൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം തന്നെയാണിത്. പക്ഷേ നിരന്തരമായ പ്രാക്ടീസിലൂടെ നമുക്കത് വളരെ വ്യക്തമായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം ഉണ്ടായിട്ടുള്ള വളരെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഏത് കാര്യമായിക്കോട്ടെ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലൊന്ന് ഭേദഗതി വരുത്തിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇഷ്ടത്തോടു കൂടി മനസ്സിൽ ആ ഒരു വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുപോയിരിക്കണം നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ കിടന്നുറങ്ങേണ്ടത്. ദ സീക്രട്ട് ബൈ റോണ്ട ബേൺ. റോണ്ട ബേൺ എഴുതിയിട്ടുള്ള രഹസ്യം എന്ന പുസ്തകത്തിലെ 5ാമത്തെ അധ്യായം, ധനത്തിലേക്കുള്ള രഹസ്യം, ദ സീക്രട്ട് ടു മണി. ഈ അധ്യായം പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 7 പ്രധാന രത്ന ചുരുക്കങ്ങളാണ്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സന്ദർശിക്കുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആഴ്ചയിലും നിങ്ങൾ ജീവിതത്തിൽ വായിച്ചിരിക്കേണ്ട ഓരോ പുസ്തകങ്ങളായിട്ട് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുക. ഈ അധ്യായത്തിലെ 1ാമത്തെ ആശയം ഇങ്ങനെയാണ്: പണത്തെ ആകർഷിക്കുവാൻ സമ്പത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ഒരേ സമയം ധനമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ധനം ആകർഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു അസാധ്യമായ ഒരു കാര്യമാണ്. കുറച്ചുകൂടി ലളിതമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, പണത്തെ ആകർഷിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് സമ്പത്തിൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇല്ല എന്നാണ് എപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിന്ത എങ്കിൽ നിങ്ങൾ ജീവിതത്തിലേക്ക് കൂടുതൽ ധനം വന്നു ചേരുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഇല്ലായ്മയുടെ ചിന്തകളാണ്. ആവശ്യത്തിന് പണമില്ല, എനിക്കതൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്കത്ര പണം എന്നിലോട്ട് വരില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാത്ത ഒരു സാഹചര്യം കൂടുതൽ അല്ലെങ്കിൽ പണമില്ലാത്ത സാഹചര്യം കൂടുതൽ സൃഷ്ടിക്കപ്പെടും. പണത്തിൻ്റെ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് മാത്രമായിട്ട് വരും. ഈ അധ്യായത്തിലെ 2ാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങൾ ഭാവന ഉപയോഗിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും. ധാരാളം സമ്പത്തുള്ളതായി ഭാവിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടുക. അപ്പോൾ പണത്തെക്കുറിച്ച് നല്ല ചിന്തകളുണ്ടാകും. പണത്തെക്കുറിച്ച് നല്ലത് തോന്നുമ്പോൾ കൂടുതൽ പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ അധ്യായത്തിൽ പണം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ റോണ്ട ബേൺ വളരെ മനോഹരമായൊരു കോൺസെപ്റ്റ് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ദ സീക്രട്ട് ചെക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അത് ഇങ്ങനെയാണ്: ഇത് പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു ബ്ലാങ്ക് ചെക്കായിട്ട് നിങ്ങൾക്ക് കരുതാവുന്നതാണ്. അതിൽ നിങ്ങളുടെ പേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന തുകയും ആവശ്യമായ മറ്റു വിവരങ്ങളും എഴുതി നിങ്ങൾക്ക് എന്നും കാണാൻ കഴിയുന്ന വിധത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് വയ്ക്കുക. അത് നിങ്ങളുടെ വീട്ടിലാകാം, നിങ്ങളുടെ ഓഫീസിലാകാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആ ഭാഗത്ത് വയ്ക്കാവുന്നതാണ്.
എന്നിട്ട് എന്നും കാണുന്ന രീതിയിൽ അത് വയ്ക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആ ചെക്കിലേക്ക് നോക്കുമ്പോഴൊക്കെ അത്രയും പണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലുള്ള വികാരം നിങ്ങൾ അനുഭവിക്കണം. ആ പണം ചിലവാക്കുന്നത് സങ്കല്പിക്കുക. അതുപയോഗിച്ച് വസ്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സങ്കല്പിക്കുക. എന്നിട്ട് ആ സന്തോഷം അനുഭവിച്ചറിയുക. ആ പണം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നറിയുക. കാരണം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് ലഭിച്ചു എന്നർത്ഥം. ഈ രഹസ്യ ചെക്ക് ഉപയോഗിച്ച് ഒരുപാട് ആളുകൾ അവർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ദ സീക്രട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം അത് വായിച്ചറിയാവുന്നതാണ്. ഈ അധ്യായത്തിലെ 3-ാമത്തെ ആശയം ഇങ്ങനെയാണ്: ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുക എന്നതാണ് ജീവിതത്തിൽ കൂടുതൽ പണം വന്നു ചേരാനുള്ള വേഗതയേറിയ ഒരു മാർഗം. പലർക്കും അവരുടെ ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം ഇത് മാത്രമാണ്: അവരുടെ ചിന്തകൾ പണം അവരിലേക്ക് വരുന്നത് തടയുന്നു എന്നതാണ്. പണത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നിങ്ങളുടെ മനസ്സ് സമ്പത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇല്ല എന്നാണ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിന്ത എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ധനം അല്ലെങ്കിൽ പണം വന്നു ചേരുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഇല്ലായ്മയുടെ ചിന്തകളാണ്. ആവശ്യത്തിന് പണമില്ല എന്നതിൽ നിങ്ങൾ മനസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, എപ്പോഴും എനിക്ക് ദാരിദ്ര്യമാണ്, കടമാണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് പണമില്ലാത്ത സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൂടുതൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ അത് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടും. പണത്തിൻ്റെ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. ഈ അധ്യായത്തിലെ 4-ാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങൾക്കിഷ്ടമുള്ള വസ്തുക്കളെ നോക്കി എനിക്കത് വാങ്ങാനുള്ള കഴിവുണ്ട്, ഞാനത് സ്വന്തമാക്കും എന്ന് സ്വയം പറയുവാൻ തീരുമാനിക്കുക. നിങ്ങളുടെ ചിന്തയുടെ ദിശ മാറുകയും പണത്തെക്കുറിച്ച് മനസ്സിൽ നല്ല വികാരങ്ങൾ ഉദിക്കുകയും ചെയ്യും. ഒരിക്കലും പറയരുത് എനിക്കത് വാങ്ങാനുള്ള കഴിവില്ല, എന്നെക്കൊണ്ടതൊന്നും നടക്കില്ല എന്ന് ഒരിക്കൽ പോലും നിങ്ങളത് പറയരുത്. നിങ്ങളൊരു വസ്തു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനോട് പറയുക, എനിക്കത് വാങ്ങാനുള്ള കഴിവുണ്ട്, ഞാനത് സ്വന്തമാക്കുക തന്നെ ചെയ്യും. ഈ അധ്യായത്തിൽ പറയുന്ന വളരെ രസകരമായ ഒരു വാചകമുണ്ട്: നിങ്ങളുടെ ജോലി മാത്രമാണ് നിങ്ങൾക്ക് പണം ലഭിക്കാനുള്ള ഏക മാർഗമെന്ന് ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ തന്നെ ആ വിചാരം എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുക. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് തന്നെയാകും നിങ്ങളുടെ അനുഭവം. അത്തരം ചിന്തകൾ നിങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യില്ല. കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് മിക്ക ആളുകളുടെയും ലക്ഷ്യം. എങ്ങനെയെങ്കിലും ഈ കടബാധ്യത ഒന്ന് ഒഴിഞ്ഞു കിട്ടണം എന്നായിരിക്കും പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക. അത് നിങ്ങളെ എന്നെന്നും കടബാധ്യതയിൽ നിർത്തുകയേ ഉള്ളൂ. കാരണം നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അത് നിങ്ങളിലേക്ക് ആകർഷിക്കും. കടബാധ്യതയിൽ നിന്ന് പുറത്തു കടക്കാനാണല്ലോ ഞാൻ ആലോചിക്കുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം. പുറത്തു കടക്കാനോ അകത്ത് കയറാനോ എന്നത് വിഷയമല്ല. കടം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത്, അതിനാൽ നിങ്ങൾ കടത്തെ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിക്കും. കടം തനിയെ തിരിച്ചടയ്ക്കുന്ന എന്തെങ്കിലും പദ്ധതി ജീവിതത്തിൽ നടപ്പിലാക്കുക. എന്നിട്ട് സമ്പൽ സമൃദ്ധിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ അധ്യായത്തിലെ 7-ാമത്തെ ആശയം ഇങ്ങനെയാണ്: ചിന്തകളുടെ ത്രാസിൽ പണത്തിൻ്റെ വശത്തേക്ക് മുൻതൂക്കം വരുത്തുക. സമ്പത്തിനെക്കുറിച്ച് കൂടുതൽ ജീവിതത്തിൽ ചിന്തിക്കുക. ഇപ്പോൾ ഈ രഹസ്യം നിങ്ങൾ അറിഞ്ഞു. ഇനി മുതൽ നിങ്ങൾ ധനികനായ ഒരു വ്യക്തിയെ ജീവിതത്തിൽ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്കറിയാം അയാളുടെ മനസ്സിൽ പ്രബലമായ ചിന്ത സമ്പത്തിനെ കുറിച്ചായിരിക്കും. ദാരിദ്ര്യത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയില്ല. അതോടൊപ്പം തന്നെ പ്രബലമായ ചിന്തകൾ സമ്പത്തിനെ കുറിച്ച് മാത്രമായിരിക്കും. അയാളുടെ ബോധപൂർവമായതോ അല്ലാതെയോ സമ്പത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ അയാളിലേക്ക് വിളിച്ചടിപ്പിക്കുകയായിരുന്നു. അത്തരക്കാർ മനസ്സിനെ സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും പ്രപഞ്ചം സമ്പത്ത് അവരിലേക്ക് എത്തിക്കാനായിട്ട് വ്യക്തികളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും ചലിപ്പിച്ചു. അവർക്കുള്ള സമ്പത്ത് നിങ്ങൾക്കുമുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം അവരുടെ മനസ്സിലെ ചിന്തകൾ സമ്പത്തിനെ അവരിലേക്ക് കൊണ്ടുവരാനുള്ള ചിന്തകൾ മാത്രമായിരുന്നു. നിങ്ങളുടെ സമ്പത്ത് അദൃശ്യമായി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിനെ പ്രത്യക്ഷമാക്കുവാൻ മനസ്സിൽ സമ്പത്ത് എന്ന ചിന്ത നിങ്ങളിൽ നിറയണം. ഈ അധ്യായത്തിൽ പറയുന്ന വേറെ ഒരു രസകരമായ ആശയം ഇങ്ങനെയാണ്:
നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പണം ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും കഠിനാധ്വാനം ചെയ്യണം, ഒരുപാട് കഷ്ടപ്പെടണം. ഈ ഒരു ചിന്ത നിങ്ങളിലുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ചിന്തകൾ ഉപേക്ഷിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ രീതിയിലുള്ള തരംഗങ്ങളാണ് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പ്രസരിപ്പിക്കുന്നത്. അവ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായിട്ട് തിരിച്ചു വരികയും, അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്: പണം വളരെ എളുപ്പത്തിലും സുലഭമായും വരും എന്ന് നിങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. സമ്പത്ത് സൃഷ്ടിക്കുന്ന കാര്യമെടുത്തു കഴിഞ്ഞാൽ സമ്പത്ത് എന്നത് ഒരു മാനസികാവസ്ഥയാണ്. അത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ അധ്യായത്തിൽ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയം ഇതങ്ങനെയാണ്: നിങ്ങൾ കൂടുതൽ പണം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പണം ദാനം ചെയ്യുക, അർഹിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക. പണത്തിൻ്റെ കാര്യത്തിൽ വിശാലമായ മനസ്ഥിതി ഉണ്ടാവുകയും ദാനം ചെയ്യുന്നതിൽ മനസ്സുഖം അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് ധാരാളം പണമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന പോലെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, ദാനം ചെയ്യാൻ മാത്രം പണം എൻ്റെ കയ്യിലില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പക്കൽ വേണ്ടത്ര പണം ഇല്ലാത്തത് എന്നത്. ദാനം ചെയ്യാൻ വേണ്ടത്ര പണം നിങ്ങൾക്കില്ല എന്ന് തോന്നിയാൽ ദാനം കൊടുക്കാൻ തുടങ്ങുക. കൊടുക്കുക എന്നതിൽ നിങ്ങൾക്ക് വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ആകർഷണം തത്വം ഇനിയും കൊടുക്കാൻ നിങ്ങളിലേക്ക് ഒരുപാട് പണം എത്തിച്ചു തരാം. ആ രീതിയിൽ കൂടുതൽ പണം നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യാം. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, അല്ലെങ്കിൽ പണം കടമായിട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ദാനം ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒന്നു മാത്രമാണ്: ദാനം ചെയ്യുന്നതും ത്യജിക്കുന്നതും തമ്മിൽ ഒരുപാട് വലിയ വ്യത്യാസമുണ്ട്. നിറഞ്ഞ ഹൃദയത്തോടു കൂടി കൊടുക്കുമ്പോഴും അതിൽ സുഖാനുഭവമുണ്ട്. ത്യജിക്കുക എന്ന് പറയുമ്പോൾ അതിൽ സുഖാനുഭവമില്ല. രണ്ടും തമ്മിൽ നമ്മൾ തിരിച്ചറിയണം. അവ രണ്ടും നേരെ അല്ലെങ്കിൽ നേരെയുള്ള എതിർദിശയിൽ സഞ്ചരിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഇല്ലായ്മയുടെ സിഗ്നലുകളാണ് പ്രസരിപ്പിക്കുന്നത്, മറ്റേത് ആവശ്യത്തിലധികം ഉണ്ട് എന്ന സിഗ്നലാണ് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പ്രസരിപ്പിക്കുന്നത്. ഒന്നിൽ സുഖാനുഭവമുണ്ട്, മറ്റേതിൽ അതില്ല. ത്യജിക്കുന്നത് ആത്യന്തികമായിട്ട് അമർഷത്തിലോട്ടും ദേഷ്യത്തിലോട്ടൊക്കെ നിങ്ങളെ നയിക്കും. നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണിത്. ആകർഷണ തത്വം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ആ തരംഗങ്ങളെ സ്വീകരിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രവഹിക്കും. അത് നിങ്ങൾ അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. ഈ അധ്യായത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ അധ്യായങ്ങൾ വായിക്കാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നോക്കി നിങ്ങൾക്ക് അത് വായിച്ചെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ റോണ്ട ബേൺ എഴുതിയിട്ടുള്ള ദ സീക്രട്ട് എന്ന പുസ്തകം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തമാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. നിങ്ങളുടെ ലൈബ്രറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു പുസ്തകം. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്ക് സഹായകരമാകുന്ന അല്ലെങ്കിൽ ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ലഭ്യമാണ്. വായിക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി വാങ്ങിക്കാവുന്നതാണ്. ഈ അധ്യായത്തിലെ ഒന്നാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങൾ ഒരു ബന്ധം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെയും നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചുറ്റുപാടുകളുമെല്ലാം നിങ്ങളുടെ അഭിലാഷങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. നമ്മുടെ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ അഭിലാഷവും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും എന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ സീക്രട്ട് എന്ന് പറയുന്നതിൻ്റെ സാരം. അതിനാൽ നമ്മുടെ അഭിലാഷങ്ങളും നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഒക്കെ വളരെ പ്രധാനമാണ്. കാരണം അവയെല്ലാം നമുക്കായിട്ട് സാക്ഷാത്കരിക്കപ്പെടും. ഈ അധ്യായത്തിലെ രണ്ടാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങളെ ശ്രദ്ധിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആദ്യം നിങ്ങൾ സ്വയം നിറവ് നേടിയില്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒന്നുമുണ്ടാവില്ല. നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താണെന്ന് ഒരുപക്ഷെ നമുക്കറിയില്ല. എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ എന്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലിസ നിക്കോളസ് പറയുന്നത് ഇങ്ങനെയാണ്: ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം ആരെല്ലാമാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയെ മാത്രമല്ല, ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കണം.
നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്ക് സ്വയം ആസ്വദിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റാർക്കെങ്കിലും മറ്റുള്ളവർക്ക് നിങ്ങളുടെ സാന്നിധ്യം ആസ്വദിക്കും എന്ന് കരുതുക? അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ആകർഷണ നിയമത്തിൻ്റെയും രഹസ്യത്തിൻ്റെയും സത്ത എന്ന് പറയുന്നത്. ഈ അധ്യായത്തിലെ 3-ാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുക. അപ്പോൾ നിങ്ങൾ സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, മറ്റുള്ളവരോട് നിങ്ങൾ ഏത് വിധത്തിൽ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പെരുമാറുന്നുണ്ടോ? മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പെരുമാറുന്നില്ല എങ്കിൽ ഒന്നിനും ഒരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ ശക്തമായ ചിന്തകളാണ് നിങ്ങളുടെ പ്രവൃത്തികളാകുന്നത്. അതിനാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും പെരുമാറിയില്ല എങ്കിൽ നിങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ല, അല്ലെങ്കിൽ ഒരു മതിപ്പില്ല, നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സിഗ്നലുകളാണ് നിങ്ങളിൽ നിന്ന് പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സിഗ്നൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടേയിരിക്കും. ആരും നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല എന്ന അവസ്ഥ നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ ചിന്തകളാണ് നിദാനം, ആളുകൾ അതിൻ്റെ പ്രഭാവം മാത്രമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറാൻ തുടങ്ങണം. ആ സിഗ്നലുകൾ നിങ്ങൾ ലോകത്തോട് പ്രസരിപ്പിക്കണം. ആ തരംഗ ദൈർഘ്യം കൈവരിക്കണം. ആ സിഗ്നലുകൾ പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആകർഷണ നിയമം പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിക്കും. നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ കൊണ്ട് നിറയും. ഈ അധ്യായത്തിൽ റോണ്ട ബേൺ പറയുന്ന വളരെ മനോഹരമായ ഒരു ആശയമുണ്ട്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാണാറുണ്ട്, പല കാരണങ്ങൾക്ക് വേണ്ടി പലതും ത്യജിക്കുന്ന ആളുകളെക്കുറിച്ച്. ധാരാളം ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാറുണ്ട്. സ്വയം ത്യാഗം ചെയ്യുന്നതിലൂടെ അവർ നല്ല വ്യക്തികളാകുന്നു എന്ന ധാരണയിലാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. തെറ്റാണത്. ത്യാഗം ചെയ്യുക എന്നത് തികഞ്ഞ പോരായ്മയുടെ ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ്. കാരണം എല്ലാവർക്കും തികയോളമില്ല, അതിനാൽ ഞാൻ വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. ഇത്തരം വികാരങ്ങൾ സുഖാനുഭവം നൽകുന്നില്ല. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ അമർഷവും ഖേദവും ഉണ്ടാക്കാനൊക്കെ ഇത് കാരണമാകുക തന്നെ ചെയ്യും. ഈ അധ്യായത്തിലെ 4-ാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി സുഖകരമല്ലാത്ത വികാരം തോന്നുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന സ്നേഹത്തെ നിങ്ങൾ തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് തുടർന്നും അസുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാക്കി തരുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ആവശ്യമുള്ളത് സമൃദ്ധമായിട്ട് തന്നെ ഈ പ്രപഞ്ചത്തിലുണ്ട്. അവനവന് വേണ്ടത് ആവശ്യപ്പെട്ട് വാങ്ങുക എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. മറ്റൊരാൾക്ക് വേണ്ടി ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം മറ്റൊരാൾക്ക് വേണ്ടി ചിന്തിക്കാനും വികാരം അനുഭവിക്കാനും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ പരിചരിക്കുകയാണ് നിങ്ങളുടെ ജോലി, സുഖാനുഭവം എന്നതിന് നിങ്ങൾ കൂടുതൽ മുൻഗണന നൽകുമ്പോൾ ആ വിശിഷ്ടമായ തരംഗം നിങ്ങളിൽ നിന്ന് പ്രസരിപ്പിച്ചു കൊണ്ടേയിരിക്കും. അത് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും സ്പർശിക്കും. ഈ അധ്യായത്തിലെ 5-ാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങളിൽ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഗുണങ്ങളിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുക, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുക. ആകർഷണ നിയമം നിങ്ങളിൽ ഇനിയും കുറേ നല്ല ഗുണങ്ങൾ കാണിച്ചു തരും. സ്നേഹം നേടണമെങ്കിൽ സ്വയം സ്നേഹം കൊണ്ട് നിറയ്ക്കുക. നിങ്ങൾ ഒരു കാന്തമായിട്ട് മാറുന്നത് വരെ. നമ്മളിൽ പലരും സ്വന്തം കാര്യം ഏറ്റവും അവസാനം പരിഗണിക്കുക എന്ന് പഠിച്ചു വളർന്നവരാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മൾ മതിപ്പില്ലാത്തവരാണ്, അർഹതയില്ലാത്തവരാണ് എന്ന വികാരത്തെ കൂടുതൽ ആകർഷിച്ചു. ആ വികാരം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടിയേറിയതോടുകൂടി സമാനമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വന്നു ചേരാൻ തുടങ്ങി. അതിന് കാരണം നമ്മൾ വില കുറഞ്ഞവരും ഇല്ലാത്തവരുമാണെന്ന വികാരം കൂടുതൽ അനുഭവപ്പെടാനും തുടങ്ങി. ഇനി മുതൽ ആ ചിന്താഗതിയിൽ മാറ്റം വന്നേ മതിയാകൂ. ഈ അധ്യായത്തിലെ 6-ാമത്തെ ആശയം ഇങ്ങനെയാണ്: ബന്ധങ്ങൾ വിജയകരമാകണമെങ്കിൽ
മറ്റേയാളിൽ നിങ്ങൾ ആദരിക്കുന്ന ഗുണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ പരാതികളിലല്ല ഒരിക്കലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ കൂടുതൽ നല്ല ഗുണങ്ങൾ തുടർന്ന് നിങ്ങളിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ആഹ്ലാദം മുഴുവനും സ്നേഹത്തിൻ്റെ തരംഗദൈർഘ്യത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്നതും ഏറ്റവും ശക്തിയുള്ളതുമായിട്ടുള്ള തരംഗദൈർഘ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹം എന്നത് മാത്രമാണ്. സ്നേഹം എന്നത് നിങ്ങൾക്ക് കൈകൊണ്ട് എടുക്കാൻ കഴിയില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ മാത്രമേ കഴിയൂ. സ്നേഹത്തിൻ്റെ തെളിവുകൾ ആളുകൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ സ്നേഹം എന്നത് ഒരു വികാരമാണ്. സ്നേഹമെന്ന വികാരം പ്രസരിപ്പിക്കാനും പ്രക്ഷേപണം ചെയ്യുവാനും നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. സ്നേഹമെന്ന വികാരം സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ കഴിവിന് പരിധികളില്ല. നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചവുമായിട്ട് പരിപൂർണമായും സമന്വയത്തിലാകുന്നു. കഴിയുന്നത്ര എന്തിനേയും സ്നേഹിക്കുക, കഴിയുന്നത്ര എല്ലാവരെയും സ്നേഹിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്നേഹം അനുഭവിച്ചറിയുക. അപ്പോൾ സ്നേഹവും ആഹ്ലാദവും 10 മടങ്ങായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനാകും. നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള കൂടുതൽ കാര്യങ്ങളെ നിങ്ങൾക്ക് എത്തിച്ചു തരാതിരിക്കാൻ ആകർഷണ നിയമത്തിന് ഒരിക്കലും കഴിയില്ല. നിങ്ങൾ സ്നേഹം പ്രസരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സ്നേഹത്തെ കൂടുതൽ പ്രസരിപ്പിക്കുമ്പോൾ ആഹ്ലാദം നൽകുന്ന എല്ലാ വസ്തുക്കളെയും വ്യക്തികളെയും നിങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് എല്ലാ നല്ല വ്യക്തികളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെയും നിങ്ങളിലേക്ക് പതിയെ അടുപ്പിച്ചുകൊണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നത് പോലെ നിങ്ങൾക്ക് കാണപ്പെടും. വാസ്തവത്തിൽ അതുതന്നെയാണ് സംഭവിക്കുന്നത്. ദ സീക്രറ്റ് ബൈ റോണ്ട ബേൺ. റോണ്ട ബേൺ എഴുതിയിട്ടുള്ള രഹസ്യം എന്ന പുസ്തകത്തിലെ അധ്യായം 7, ദ സീക്രറ്റ് ടു ഹെൽത്ത്, ആരോഗ്യത്തിനുള്ള രഹസ്യം. ഈ അധ്യായം പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 6 പ്രധാനപ്പെട്ട രത്നച്ചുരുക്കങ്ങളെ. ഒന്നാമത്തെ ആശയം ഇങ്ങനെയാണ്: നമ്മുടെ ശരീരം നമ്മുടെ ചിന്തകളുടെ ഉൽപ്പന്നമാണ്. രോഗശാന്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മനുഷ്യ മനസ്സാണ്. ചിലപ്പോൾ മരുന്നിനേക്കാൾ ഫലപ്രദമാണ് എന്ന് വൈദ്യശാസ്ത്ര വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗുളിക എൻ്റെ രോഗം മാറ്റും എന്ന് രോഗികൾ ശരിക്കും വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവർ വിശ്വസിക്കുന്നത് അവർക്ക് ലഭിക്കുന്നു, അവരുടെ രോഗം പൂർണ്ണമായിട്ടും ഭേദമാവുന്നു. ഈ അധ്യായത്തിലെ രണ്ടാമത്തെ ആശയം ഇങ്ങനെയാണ്: പുറത്തു സംഭവിക്കുന്നത് എന്തു തന്നെ ആയാലും ശരി, ഉത്തമമായ ആരോഗ്യത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക എന്നത് നമുക്കുള്ളിൽ സാധ്യമാകുന്ന കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുക. സമൃദ്ധിയുടെ ശ്രേഷ്ഠമായ മാതൃകയാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധിയിലേക്ക് മനസ്സ് തുറന്നു കഴിഞ്ഞാൽ ആ അത്ഭുതം, ആനന്ദം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് ഒരുക്കിത്തരുന്ന നന്മകൾ, നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, നല്ല പ്രകൃതി, ഇവയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാം. പക്ഷേ നിഷേധമായ ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ചു കഴിഞ്ഞാൽ അസ്വസ്ഥതകളും നൊമ്പരങ്ങളും വേദനയുമാണ് അനുഭവിക്കുക. ഓരോ ദിവസവും കടന്നു പോകുന്നത് വേദനാജനകമായ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഈ അധ്യായത്തിലെ മൂന്നാമത്തെ ആശയം ഇങ്ങനെയാണ്: ചിരിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ ഔഷധം. ചിരി ആഹ്ലാദത്തെ ആകർഷിക്കും, നിഷേധഭാവങ്ങളെ നിങ്ങളിൽ നിന്ന് പുറന്തള്ളും, അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ ഏത് രോഗങ്ങളെയും ശമിപ്പിക്കും. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഒരു ഒരു അടിസ്ഥാന സംവിധാനമുണ്ട്. സ്വയം രോഗശാന്തി സംവിധാനം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഒരു ചെറിയ മുറിവുണ്ടായാൽ അത് തനിയെ ഉണങ്ങുന്നു. ബാക്ടീരിയ അണുബാധയുണ്ടായാൽ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം ആ ബാക്ടീരിയയെ നശിപ്പിച്ച് അസുഖം മാറ്റുന്നു. സ്വയം രോഗം മാറ്റാൻ കഴിവുള്ളതാണ് ഈ പ്രതിരോധ സംവിധാനം. നല്ല ആരോഗ്യപൂർണമായ അല്ലെങ്കിൽ മനോവൈകാരിക അവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ രോഗങ്ങൾക്ക് ഒരിക്കലും നിലനിൽക്കാനാവില്ല. നമ്മുടെ ശരീരം ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് കോശങ്ങളെ പുറന്തള്ളുന്നു, ലക്ഷക്കണക്കിന് പുതിയ കോശങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ അധ്യായത്തിലെ 4-ാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങൾ രോഗത്തെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ
അതിന് മാത്രം അമിതമായിട്ട് ശ്രദ്ധ കൊടുത്താൽ, അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ രോഗം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാതെ എന്നേക്കുമായിട്ട് നിലനിൽക്കും. ചെറിയൊരു അസുഖം തോന്നിയാൽ അത് കൂടുതലാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. ആരെങ്കിലും അവരുടെ രോഗത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് അവരുടെ രോഗം കൂടുതൽ തീവ്രമാക്കും. പകരം നല്ല കാര്യങ്ങളിലേക്ക് സംഭാഷണം തിരിച്ചുവിടുക. നല്ല ആരോഗ്യത്തെക്കുറിച്ചുള്ള ശക്തമായ ചിന്തകൾ അവരിൽ ഉണർത്തിവിടുക. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് കോശങ്ങളെ പുറന്തള്ളുന്നു. ലക്ഷക്കണക്കിന് പുതിയ കോശങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ദിവസവും മാറ്റി പുതിയത് വയ്ക്കുന്നുണ്ട്. മറ്റ് ചില ഭാഗങ്ങൾ കുറേ മാസം കൊണ്ട്, വേറെ ചിലത് 1-2 വർഷം കൊണ്ട് മാറ്റി പുതിയത് പകരം വരുന്നു. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ശരീരം പുതുപുത്തനായി എന്ന് വേണമെങ്കിൽ പറയാം. ഏതാനും വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരം മുഴുവനായും പുതിയതാകുന്നു എന്നത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പിന്നെ എങ്ങനെയാണ് മൃതകോശങ്ങളും രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം ബാധിച്ച് നിൽക്കുന്നത്? ചിന്തകളും രോഗമുണ്ടെന്ന വിലയിരുത്തലുകളും രോഗത്തിന് നൽകുന്ന പ്രത്യേക ശ്രദ്ധയും ചേർന്നാണ് അവയെ ശരീരത്തിൽ നിലനിർത്തുന്നത്. ഈ അധ്യായത്തിലെ 5ാമത്തെ ആശയം ഇങ്ങനെയാണ്: വാർദ്ധക്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്താണ് നിലനിൽക്കുന്നത്. അത്തരം ചിന്തകൾ ബോധമണ്ഡലത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒഴിവാക്കുക. ആരോഗ്യത്തെയും നിത്യയൗവനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. വാർദ്ധക്യം എന്നത് മനസ്സിലെ ഒരു വിശ്വാസം മാത്രമാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ ശരീരം ആകെ മാറി പുതിയതാകുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ. പ്രായാധിക്യം എന്ന് പറയുന്നത് പരിമിതപ്പെടുത്തുന്ന ചിന്തയാണ്. ആ ചിന്ത എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുക. നിങ്ങളുടെ ശരീരത്തിന് വാസ്തവത്തിൽ മാസങ്ങളുടെ പ്രായമേയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പിറന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞു എന്നത് പ്രശ്നമല്ല. അടുത്ത പിറന്നാളിന് 1ാം പിറന്നാളായിട്ട് ആഘോഷിക്കുക. നിങ്ങളുടെ ബർത്ത്ഡേ കേക്ക് 60 മെഴുകുതിരികൾ വെച്ച് വാർദ്ധക്യത്തെ വിളിച്ചു വരുത്തേണ്ട ഒന്നല്ല. നിർഭാഗ്യവശാൽ പാശ്ചാത്യ സമൂഹത്തിൽ പ്രായത്തെക്കുറിച്ച് ഉറച്ചുപോയ ചില ധാരണകളുണ്ട്. വാസ്തവത്തിൽ അതിലൊരർത്ഥവുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: ഓരോ ദിവസവും ഉത്തമമായ ആരോഗ്യം, ഉത്തമമായ ശരീരം, ഉത്തമമായ തൂക്കം, നിത്യമായ യൗവനം എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാം. അചഞ്ചലമായ ചിന്തകളിലൂടെ അത് യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും. ഈ അധ്യായത്തിലെ 6ാമത്തെ ആശയം ഇങ്ങനെയാണ്: വാർദ്ധക്യത്തെയും രോഗത്തെയും കുറിച്ച് സമൂഹം പ്രചരിപ്പിക്കുന്ന സന്ദേശങ്ങൾ ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കരുത്. വിപരീത ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഗുണം ചെയ്യില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ടായാൽ നിങ്ങൾ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും എല്ലാവരോടും പറഞ്ഞു നടക്കുകയും ചെയ്താൽ നിങ്ങൾ കൂടുതൽ രോഗബാധിത കോശങ്ങളെ സൃഷ്ടിക്കും. നിങ്ങളുടെ ശരീരം തികഞ്ഞ ആരോഗ്യമുള്ളതാണെന്ന് മനസ്സിലുറപ്പിക്കുക. രോഗത്തിൻ്റെ കാര്യം ഡോക്ടർക്ക് വിട്ടുകൊടുക്കുക. എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ആളുകൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു കാര്യം സദാസമയവും അതേപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ്. അവർ ഏതു സമയത്തും അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ചിന്തകൾ അവരുടെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു ചെറിയ അസുഖം തോന്നിയാൽ അത് കൂടുതലാക്കണം എന്ന് ആഗ്രഹമില്ല എങ്കിൽ അതേപ്പറ്റി സംസാരിക്കാതിരിക്കുക. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ രോഗത്തിന് കാരണമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഓരോ ദിവസവും പറയേണ്ടത് ഇപ്രകാരമാണ്: ഞാൻ ആരോഗ്യവാനാണ്. ഓരോ ദിവസവും എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ആരോഗ്യവാനാണ്. ഓരോ ദിവസവും എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന മാറാരോഗങ്ങളെ തൊട്ട് നിങ്ങൾ ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു. നിങ്ങളുടെ കുടുംബത്തിലേക്ക് അത് എത്തുക തന്നെ ചെയ്യും. മറ്റുള്ളവർ അവരുടെ രോഗത്തെപ്പറ്റി വർണ്ണിക്കുന്നത് ശ്രദ്ധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ രോഗത്തെ നിങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അവർ പറയുന്നത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവനായും പൂർണ്ണമായും ആ രോഗത്തിൽ കേന്ദ്രീകരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് മുഴുവൻ എന്തെങ്കിലും കേന്ദ്രീകരിച്ചാൽ അത് നിങ്ങളിലേക്ക് ചോദിച്ചു വാങ്ങുന്നത് പോലെയാണ്. അതുകൊണ്ട് അവർക്ക് ഒരു ഉപകാരവുമില്ല. അവരുടെ രോഗത്തിൻ്റെ തീവ്രത കൂടുകയേ ഉള്ളൂ. ശരിക്കും നിങ്ങൾക്ക് അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല കാര്യത്തിലേക്ക് സംഭാഷണം തിരിച്ചുവിടുക, അവരെ ആശ്വസിപ്പിക്കുക. അല്ലെങ്കിൽ
പോകുന്ന പോക്കിൽ അയാൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കാണുന്നതായിട്ട് ഒരു വിഷ്വലൈസ് ചെയ്യുക, മനസ്സിൽ ഉറച്ചു ചിന്തിക്കുക. അത് മാത്രം മതി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഒരാൾ തൻ്റെ പ്രശ്നത്തിൽ രോഗലക്ഷണങ്ങളിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അയാൾ അവയെ സ്ഥിരമായിട്ട് നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അയാളുടെ ചിന്ത ഞാൻ രോഗിയാണ് എന്നതിൽ നിന്ന് ഞാൻ ആരോഗ്യവാനാണ് എന്നതിലേക്ക് മാറാത്തിടത്തോളം കാലം അയാളുടെ രോഗം ഭേദമാവില്ല. അതാണ് ഈ ആകർഷണ നിയമം. നിങ്ങൾ ഓരോ ദിവസവും ചിന്തിക്കുന്ന ഓരോ അസുഖകരമായിട്ടുള്ള ചിന്തയും നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന അല്ലെങ്കിൽ നാം കടത്തിവിടുന്ന ദോഷകരമായിട്ടുള്ള സംഗതിയായിട്ട് മാറുമെന്ന് എപ്പോഴും ഓർക്കുക. ദ സീക്രറ്റ് ബൈ റോണ്ട ബേൺ. റോണ്ട ബേൺ എഴുതിയിട്ടുള്ള രഹസ്യം എന്ന മഹത്തായ പുസ്തകം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. വെറുതെ വായിച്ച് കളയേണ്ട ഒരു പുസ്തകമല്ല. അത് ഓരോ അധ്യായങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തേണ്ട മഹത്തായ പുസ്തകം. ഇത് നിങ്ങളുടെ ലൈബ്രറിയിൽ നിർബന്ധമായിട്ട് സൂക്ഷിക്കേണ്ടതും, നിങ്ങളുടെ കയ്യിൽ നിങ്ങളൊരു യാത്ര പോകുന്ന സമയത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലായാലും ഏതൊരു പ്രശ്നത്തിനുള്ളായിട്ടൊരു സൊല്യൂഷനായിട്ട് ഈ ഒരു പുസ്തകം നിങ്ങൾക്കൊരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അവൈലബിൾ ആണ്. വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ആമസോണിലൂടെ പുസ്തകം വാങ്ങിക്കാവുന്നതാണ്. ദ സീക്രറ്റ് ബൈ റോണ്ട ബേൺ. റോണ്ട ബേൺ എഴുതിയിട്ടുള്ള രഹസ്യം എന്ന പുസ്തകത്തിലെ അധ്യായം 8 ദ സീക്രറ്റ് ടു ദ വേൾഡ്, ലോകത്തിനുള്ള രഹസ്യം. ഈ അധ്യായം പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 6 പുതിയ ആശയങ്ങളാണ്, രത്ന ചുരുക്കങ്ങളാണ്. ഈ അധ്യായത്തിലെ ഒന്നാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങൾ എന്തിനെ പ്രതിരോധിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം വികാരസ്തോഭങ്ങളിലൂടെ നിങ്ങൾ അതിലേക്ക് ശക്തമായിട്ട് മനസ്സ് കേന്ദ്രീകരിക്കുകയാണ്. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഉള്ളിൽ നിന്ന് ചിന്തകളും വികാരങ്ങളും വഴി പുതിയ സിഗ്നലുകൾ നിങ്ങൾ പ്രസരിപ്പിക്കണം. ഈ സമൂഹത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്കും എതിരെ പോരാടുന്നതിൽ നമ്മൾ സംതൃപ്തി കണ്ടെത്താറുണ്ട്. ക്യാൻസറിനെതിരെ, ദാരിദ്ര്യത്തിനെതിരെ, യുദ്ധത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, ഭീകരവാദത്തിനെതിരെ, അക്രമവാസനയ്ക്കെതിരെ എല്ലാമുള്ള പോരാട്ടങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന എല്ലാത്തിനോടും നമ്മൾ പൊരുതുന്നു. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കൂടുതൽ പോരടിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏതിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നുവോ അതിനെ നമ്മൾ സൃഷ്ടിക്കുന്നു. എന്തിനോടെങ്കിലും നമുക്ക് കടുത്ത ദേഷ്യം തോന്നുമെന്നിരിക്കട്ടെ, ഉദാഹരണത്തിന് യുദ്ധം, സംഘട്ടനം, യാതന തുടങ്ങിയ ഏതോ ഒന്നിനോട്, നമ്മുടെ ഊർജം കൂടി അതിന് പകർന്നു കിട്ടും. നമ്മൾ സ്വയം ബലം പ്രയോഗിച്ചാൽ അത് കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഈ അധ്യായത്തിലെ രണ്ടാമത്തെ ആശയം ഇങ്ങനെയാണ്: നിഷേധാത്മകമായ കാര്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് ലോകത്തെ സഹായിക്കാനാകില്ല. ഈ ലോകത്ത് നടക്കുന്ന അനിഷ്ട സംഭവങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ അവയെ വർദ്ധിപ്പിക്കും. എന്ന് മാത്രമല്ല, നിങ്ങളിലേക്ക് അത്തരം സംഭവങ്ങളെ കൂടുതലായി ആകർഷിച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യും. യുദ്ധവിരുദ്ധ പ്രസ്ഥാനം കൂടുതൽ യുദ്ധങ്ങൾക്ക് കാരണമാകുന്നു. മയക്കുമരുന്ന് വിരുദ്ധ പ്രസ്ഥാനം കൂടുതൽ മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്നു. കാരണം നമ്മൾ മനസ്സ് കേന്ദ്രീകരിക്കുന്നത് നമുക്ക് വേണ്ടാത്ത കാര്യത്തിൽ, മയക്കുമരുന്നിൽ ആണെന്നത് തന്നെ. എന്തിനെങ്കിലും ഇല്ലാതാക്കണമെങ്കിൽ അതിൽ മനസ്സ് കേന്ദ്രീകരിക്കണം എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, ഐശ്വര്യപൂർണമായ ജീവിതത്തിൽ, നല്ല വിദ്യാഭ്യാസത്തിൽ, സമാധാനത്തിൽ ഒക്കെ നമ്മൾ മനസ്സ് കേന്ദ്രീകരിക്കുന്നതിന് പകരം ഒരു പ്രത്യേക പ്രശ്നത്തിന് സർവ്വ ഊർജവും പകർന്നു കൊടുക്കുന്നത് എന്ത് യുക്തിയാണ് ഉള്ളത്? മദർ തെരേസ ഒരിക്കൽ പറഞ്ഞ മനോഹരമായ ഒരു ആശയമുണ്ട്. ഉജ്ജ്വലമായ വ്യക്തിത്വമായിരുന്നു മദർ തെരേസ. അവർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: യുദ്ധവിരുദ്ധ റാലിയിൽ ഞാൻ ഒരിക്കലും പങ്കെടുക്കില്ല. നിങ്ങളൊരു സമാധാന റാലി നടത്തുകയാണെങ്കിൽ എന്നെയും വിളിക്കുക. അവർക്കറിയാമായിരുന്നു, അവർ രഹസ്യം മനസ്സിലാക്കിയിരുന്നു. ഈ ലോകത്ത് അവർ സാക്ഷാത്കരിച്ചത് എന്തെല്ലാമാണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കണ്ടാൽ മാത്രം മതി. ഈ അധ്യായത്തിലെ മൂന്നാമത്തെ ആശയം ഇങ്ങനെയാണ്: ഈ ലോകത്തിലെ പ്രശ്നങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നതിന് പകരം വിശ്വാസം, സ്നേഹം, ഐശ്വര്യം, വിദ്യാഭ്യാസം, സമാധാനം
തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും ഊർജവും എപ്പോഴും തിരിച്ചുവിടുക. നിങ്ങൾ ഒരു യുദ്ധവിരുദ്ധനാണെങ്കിൽ സമാധാന പക്ഷക്കാരനായിട്ട് മാറുക. നിങ്ങൾ പട്ടിണിക്കെതിരാണെങ്കിൽ ജനങ്ങൾക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കിട്ടണം എന്ന പക്ഷക്കാരനാവുക. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ എതിർക്കുന്നുവെങ്കിൽ അയാളുടെ എതിരാളികളുടെ അനുകൂല പക്ഷത്ത് ചേരുക. പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനങ്ങൾ ശരിക്കും മനസ്സുകൊണ്ട് എതിർക്കുന്ന ആളുകൾക്ക് അനുകൂലമാകാറുണ്ട്. കാരണം അവരുടെ എല്ലാം മനസ്സുകൾ കേന്ദ്രീകരിച്ച് അയാൾക്ക് കൂടുതൽ ഊർജം പകരുന്നു. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും ആരംഭിച്ചത് ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ്. വലിയ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ കൂടുതൽ ആളുകൾ അതിലേക്ക് മാത്രം ചിന്തകളെ തിരിച്ചുവിടുന്നു. ആ കാര്യം കൂടുതൽ വലുതാവുന്നു. ആളുകളുടെ ചിന്തകളും വികാരക്ഷോഭങ്ങളുമാണ് ആ കാര്യം നിലനിർത്തുന്നതും വലുതാക്കുന്നതും. നമ്മുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറി പകരം സ്നേഹത്തിലേക്ക് തിരിയുകയാണെങ്കിൽ ആ സംഭവം പിന്നെ നിലനിൽക്കില്ല. അത് ആവിയായി എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാവുക തന്നെ ചെയ്യും. ഈ അധ്യായത്തിലെ 4ാമത്തെ ആശയം ഇങ്ങനെയാണ്: എല്ലാ കാര്യങ്ങളും തീർന്നു പോകുമെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവയെല്ലാം എല്ലാവർക്കും ആവശ്യമുള്ളതിലും എത്രയോ അധികം ഈ പ്രപഞ്ചത്തിലുണ്ട്. ജീവിതം എപ്പോഴും സമൃദ്ധമായിരിക്കണം. ഈ ലോകത്തെയോ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയോ മാറ്റിയെടുക്കുക എന്നത് നിങ്ങളുടെ ജോലിയല്ല. ഈ പ്രപഞ്ചത്തിനുള്ളിൽ ഒഴുക്കിനൊത്തു പോവുക, നിലനിൽക്കുന്ന ലോകത്ത് അതിനെ ആഘോഷിക്കുക, അതാണ് നിങ്ങളുടെ ജോലി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അധിപൻ നിങ്ങളാണ്. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അധിപൻ നിങ്ങളാണ്. പ്രപഞ്ചം നിങ്ങളുടെ ആജ്ഞകളെ അനുസരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പ്രത്യക്ഷമായാൽ അതിൽ വിഭ്രമം ഉണ്ടാകരുത്. അവയുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുക. കഴിയുമെങ്കിൽ അവയെ ലഘൂകരിക്കുക, വിട്ടുകളയുക. എന്നിട്ട് നിങ്ങൾ വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പുതിയ ചിന്തകൾ മനസ്സിൽ ഉണർത്തുക, അനുഭവിക്കുക. അവ സാധ്യമായതിന് കൃതജ്ഞത കാണിക്കുക. ഈ അധ്യായത്തിലെ 5ാമത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും മുഖേന അപരിമിതമായ പ്രപഞ്ചത്തിൽ നിന്നും എന്തു വേണമെങ്കിലും എടുക്കാനും അവയെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. രഹസ്യം പഠിപ്പിക്കുന്നതിൽ ഏറ്റവും മനോഹരമായ കാര്യം, ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും വേണ്ടുവോളം വാരിയെടുക്കാൻ ആവശ്യമായതിലും അധികം, എത്രയോ അധികം സമ്പത്ത് ഇവിടെയുണ്ട്. മനുഷ്യ സമൂഹത്തിൻ്റെ മനസ്സിനുള്ളിൽ ഒരു വൈറസ് പോലെ പ്രവർത്തിക്കുന്ന ഒരു നുണയുണ്ട്: എല്ലാവർക്കും മതിയാകുന്ന അത്ര ഇവിടെയില്ല. പോരായ്മയും പരിമിതിയുമുണ്ട്. എല്ലാവർക്കും തികയില്ല. ഈ നുണ ആളുകളുടെ ഭയവും ആർത്തിയും പിശുക്കും ഉള്ളവരാക്കുന്നു. ഭയത്തിൻ്റെയും ആർത്തിയുടെയും പിശുക്കിൻ്റെയും ചിന്തകൾ അവരുടെ അനുഭവങ്ങളാകുന്നു. ലോകമാകെ ഒരു പേക്കിനാവിൽ പെട്ടുപോകുന്നു. ഈ അധ്യായത്തിലെ 6ാമത്തെ ആശയം ഇങ്ങനെയാണ്: ഈ ലോകത്തുള്ള എല്ലാറ്റിനെയും ആശീർവദിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നിഷേധഭാവങ്ങളും വിരോധങ്ങളും എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകുകയും നിങ്ങൾ ഏറ്റവും ഉന്നതമായ സ്നേഹത്തിൻ്റെ തരംഗദൈർഘ്യവുമായിട്ട് യോജിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പോരായ്മകളുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് തുറന്ന വീക്ഷണത്തോടു കൂടി നിങ്ങൾ ചുറ്റുമുള്ളതെല്ലാം കാണാൻ തയ്യാറാകാത്തത് കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, ആളുകൾ ഹൃദയത്തിൻ്റെ വഴിയിലൂടെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും തേടിപ്പോകുന്നത് ഒരേ കാര്യങ്ങളായിരിക്കില്ല. വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും ഓരോ ആളുകളും തേടിപ്പോകുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയെ ആയിരിക്കില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു അനുഭവമായിരിക്കില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരേ തരം വസ്ത്രങ്ങളായിരിക്കില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം ഇവിടെയുണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട്. നിങ്ങൾ അത് വിശ്വസിച്ചാൽ, നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞാൽ, അതിനൊത്ത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അത് പ്രത്യക്ഷമാകും. അതാണ് പരമമായ സത്യം. നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ, നിങ്ങൾ ദാരിദ്ര്യത്തിനോ രോഗത്തിനോ കീഴ്പ്പെട്ടു വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ശക്തി തിരിച്ചറിയാത്തത് കൊണ്ടാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടത് തരാത്ത ഒരു പ്രശ്നവുമില്ല. അത് എല്ലാവർക്കും എല്ലാം കൊടുക്കും, വിവേചനമില്ലാതെ തന്നെ. നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടതെല്ലാം
ആനന്ദം, സ്നേഹം, സമൃദ്ധി, ഐശ്വര്യം, നിർവൃതി എല്ലാം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് മോഹമുണ്ടാവണം, മനഃപൂർവ്വമായി തന്നെ ആഗ്രഹിക്കണം. ബോധപൂർവം നിങ്ങൾ അതിനു വേണ്ടി കൊതിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതെല്ലാം എത്തിച്ചു തരും. നിങ്ങൾക്ക് ചുറ്റുമുള്ള മനോഹരവും വിസ്മയവുമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുക, അവയെ ആശീർവദിക്കുക, പ്രകീർത്തിക്കുക. മറുവശത്ത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ടാവാം. അവയെക്കുറിച്ച് ദോഷം പറഞ്ഞ് പരാതിപ്പെട്ടും ഊർജം ഒരിക്കലും പാഴാക്കരുത്. നിങ്ങൾക്ക് വേണ്ടതിനെയെല്ലാം ആശ്ലേഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവ കൂടുതലായിട്ട് ലഭിക്കും. റോണ്ടാ ബേൺ എഴുതിയിട്ടുള്ള രഹസ്യം എന്ന പുസ്തകത്തിലെ അധ്യായം 9 ദ സീക്രട്ട് ടു യു, നിങ്ങൾക്കുള്ള രഹസ്യം, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ മനോഹരമായ ഒരധ്യായം. ഇത് പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 8 രത്ന ചുരുക്കങ്ങളാണ്, ജീവിതത്തിൽ പകർത്തേണ്ട പ്രധാനപ്പെട്ട 8 ആശയങ്ങൾ. ഈ അധ്യായത്തിലെ ഓരോ വരികൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ച് കളയും. അതിലെ ഒരു ആശയം ഇങ്ങനെയാണ്: ഈ ലോകത്തുള്ള എല്ലാം ഊർജമാണ്, ഊർജത്തിൻ്റെ കാന്തമാണ് നിങ്ങൾ. വൈദ്യുത ശക്തിയാൽ നിങ്ങൾ എല്ലാറ്റിനും നിങ്ങളുടെ ദിശയിലേക്ക് ചലിക്കാനുള്ള ഊർജം നൽകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാത്തിലും ചെന്നെത്തുന്നു എന്നാണ് ഒന്നാമത്തെ ആശയം നമ്മെ പഠിപ്പിക്കുന്നത്. കുറച്ചുകൂടി ലളിതമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് മാത്രം നോക്കുമ്പോൾ പോലും നമ്മൾ കാണുന്നത് ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ ഒരറ്റം കാണുന്നത് പോലെയാണ്. യഥാർത്ഥത്തിലുള്ളതിൻ്റെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് മാത്രം നോക്കുക. ഖരമായ ഒരു വസ്തുവായാണ് നിങ്ങളതിനെ കാണുന്നത്, അല്ലേ? എന്നാൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ കണങ്ങളുടെ കൂട്ടങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും, നമ്മൾ കാണുന്ന ഓരോ വസ്തുക്കളും ഓരോ പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നമ്മുടെ കൈയായാലും സമുദ്രമായാലും ആകാശത്തിലെ നക്ഷത്രമായാലും ശരി, എല്ലാം ഊർജമാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മാത്രം മതി. പ്രപഞ്ചം, നക്ഷത്ര സമൂഹം, നമ്മുടെ ഭൂമി, അതിലെ വ്യക്തികൾ, അവരുടെ ശരീരത്തിനകത്തുള്ള അവയവങ്ങൾ, കോശങ്ങൾ, തന്മാത്രകൾ, ആറ്റം, പിന്നെ ഊർജം, അങ്ങനെ കുറേയേറെ തലങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജമാണ് എന്ന തത്വം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2, നിങ്ങൾ ഒരു ആത്മീയ അസ്തിത്വമാണ്. നിങ്ങൾ ഊർജമാണ്. ഊർജം എന്നതിനെ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഒരിക്കലും കഴിയില്ല. അതിന് രൂപാന്തരങ്ങൾ സംഭവിക്കുക മാത്രമാണ് സംഭവിക്കുന്നത്. നിങ്ങൾ എന്നത് ഒരു പരിശുദ്ധമായ സത്ത എന്നും ഉണ്ടായിരുന്നു. അത് എന്നും ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾക്ക് ഒരു ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞനോട് ചോദിക്കാം, പ്രപഞ്ചം എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? അദ്ദേഹം ഇങ്ങനെ മറുപടി പറയും, ഊർജം. ശരി, ഊർജം എന്നത് എന്താണെന്ന് വിവരിക്കാമോ? ഊർജം എന്നത് പുതുതായി സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ഉള്ളതിനെ ഇല്ലാതാക്കാനോ കഴിയില്ല എന്ന് അദ്ദേഹം പറയും. അദ്ദേഹം വീണ്ടും ഇങ്ങനെ കൂട്ടിച്ചേർക്കും, അത് എപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം എപ്പോഴും ഉണ്ടായിരുന്നതാണ്. അവ രൂപാവസ്ഥയിലേക്ക് വരുന്നു, രൂപാവസ്ഥയിൽ നിലനിൽക്കുന്നു, രൂപാവസ്ഥയിൽ നിന്ന് പുറത്തു പോകുന്നു. ഇനി നമുക്ക് ഒരു ആധ്യാത്മിക വ്യക്തിയോട് ചോദിക്കാം, എങ്ങനെയാണ് പ്രപഞ്ചമുണ്ടായത്? ഉത്തരം ഇങ്ങനെയായിരിക്കും, ദൈവം. ദൈവം എന്നാൽ എന്താണെന്ന് വിവരിക്കാമോ? ദൈവം എപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരിക്കും. അതിനെ സൃഷ്ടിക്കുവാനോ ഇല്ലാതാക്കാനോ ഒരിക്കലും കഴിയില്ല. ഈ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം എന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരിക്കും. അവ രൂപാവസ്ഥ പ്രാപിക്കുന്നു, രൂപാവസ്ഥയിൽ നിലനിൽക്കുന്നു, രൂപാവസ്ഥ വിട്ടൊഴിഞ്ഞു പോകുന്നു. നിങ്ങൾക്ക് മനസ്സിലാകും, രണ്ടും ഒരേ വിവരണം തന്നെയാണ്. വ്യത്യസ്തമായ പദപ്രയോഗങ്ങളാണ് അവർ രണ്ടുപേരും ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. ഇനി മൂന്നാമത്തെ വളരെ മനോഹരമായ ഒരു ആശയം ഇങ്ങനെയാണ്: പ്രപഞ്ചം ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ വിധി മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ വിധി കൂടിയാണ്. കുറച്ച് ലളിതമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ,
നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ആ തരംഗദൈർഘ്യത്തിലേക്ക് ട്യൂൺ ചെയ്യപ്പെടുന്നു. അപ്പോൾ അവയുടെ എല്ലാ ഊർജം അതേ തരംഗദൈർഘ്യത്തിൽ സ്പന്ദിക്കുകയും അവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യുന്നു. സമാനമായവ തമ്മിൽ ആകർഷിക്കുമെന്ന് ആകർഷണ നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഊർജകാന്തമാണ്. അതിനാൽ നിങ്ങൾ എല്ലാറ്റിനും വൈദ്യുത കാന്തശക്തിയാൽ ഉത്തേജിപ്പിച്ച് നിങ്ങളിലേക്ക് നയിക്കുകയും സ്വയം ഉത്തേജിപ്പിച്ച് വേണമെന്നാഗ്രഹിക്കുന്നവയിലേക്ക് നിങ്ങളെ തന്നെ നയിക്കുകയും ചെയ്യുന്നു. ഒരാൾക്ക് വേണ്ടി പുറത്തുനിന്ന് മറ്റൊരാൾക്ക് ചിന്തിക്കുവാനും അനുഭവിക്കാനും ഒരിക്കലും കഴിയില്ല. അതിനാൽ ആളുകൾ അവരവരുടെ കാന്തിക ഊർജത്തെ സ്വയം നയിക്കുന്നു. വികാരങ്ങളും ചിന്തകളുമാണ് നമ്മുടെ തരംഗദൈർഘ്യം സൃഷ്ടിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന നാലാമത്തെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്: ആശയങ്ങളുടെ അനന്തമായ സ്രോതസ്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാ അറിവുകളും കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തലുകളും എല്ലാം പ്രപഞ്ച മനസ്സിൽ സാധ്യതകളായിട്ട് നിലനിന്നിരുന്നു. മനുഷ്യ മനസ്സുകൾക്ക് കണ്ടെടുത്ത് പ്രയോഗിക്കാനായിട്ട് അവ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ എല്ലാം നിങ്ങളുടെ ബോധമണ്ഡലത്തിലെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. ഈ അധ്യായത്തിലെ 5-ാമത്തെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്: നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാം ഒന്നാണ്. അന്യരെക്കുറിച്ച് നിങ്ങൾക്കുള്ള നെഗറ്റീവായ അല്ലെങ്കിൽ നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ എന്തുകൊണ്ടാണ് നേരെ തിരിഞ്ഞ് നിങ്ങളെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നാം എല്ലാം ഒന്നു തന്നെയാണ്. നിഷേധാത്മകമായ ചിന്തകളെയും വികാരങ്ങളെയും പ്രസരിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് സ്വയം വിളിച്ചു വരുത്തുകയല്ലാതെ വിനാശകരമായ ഒന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുകയില്ല. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഉളവാകുന്ന നിഷേധാത്മകമായ ചിന്തകളും നിങ്ങളുടെ വികാരങ്ങളും നിങ്ങൾക്ക് ആ പരമമായ നന്മയിലേക്ക് നിന്ന് നിങ്ങളെ തന്നെ വേർപെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളിലുണ്ടായ ഓരോ നിഷേധാത്മകമായ വികാരങ്ങളെയും കുറിച്ച് ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കുക. അവ ഓരോന്നും ഭയത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ വ്യത്യസ്തനാണ് എന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുന്നതിനാലാണ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ സ്വയം വേർതിരിച്ചു കാണുന്നതും ഓരോ നിഷേധാത്മകമായ വികാരങ്ങളിൽ നിങ്ങളിൽ ഉളവായത്. 6. നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കേണ്ട രത്നചുരുക്കമാണിത്. നമുക്ക് കൈയൊഴിയാം. കഴിഞ്ഞ കാലത്തെ കഷ്ടതകളെ, സാംസ്കാരിക നിയമാവലികളെ, സാമൂഹിക വിശ്വാസങ്ങളെ എല്ലാം നമുക്ക് കൈയൊഴിയാം. നിങ്ങൾ അർഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒരേ ഒരാൾ അത് നിങ്ങൾ മാത്രമാണ്. 7-ാമത്തെ ആശയം വളരെ മനോഹരമാണ്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ അഭിലാഷങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സാക്ഷാത്കരിക്കാൻ ഒരു കുറുക്ക് വഴിയുണ്ട്, അല്ലെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ പരമമായ യാഥാർത്ഥ്യമായിട്ട് കാണുക. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അത് നടന്നു എന്ന് വിശ്വസിക്കുക. ഈ അധ്യായത്തിലെ അവസാനത്തെ വളരെ മനോഹരമായ ആശയം ഇങ്ങനെയാണ്: നിങ്ങളുടെ ചിന്തകളിലാണ് നിങ്ങളുടെ ശക്തി നിലകൊള്ളുന്നത്. ബോധത്തോടെ ഇരിക്കുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഓർമ്മിക്കുക. ഒന്നുകൂടി പറയുകയാണ്: ഓർമ്മിക്കാൻ വേണ്ടി ഓർമ്മിക്കുക. ദ സീക്രറ്റ് ബൈ റോണ്ട ബേൺ. റോണ്ട ബേൺ എഴുതിയിട്ടുള്ള രഹസ്യം എന്ന മനോഹരമായ പുസ്തകം. ഇത് വെറുതെ വായിച്ച് തീർക്കേണ്ട ഒരു പുസ്തകമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി വരുമ്പോഴും അതിന് ഒരു വഴികാട്ടിയായിട്ട്, അതിനൊരു ഉത്തരം, ഒരു സൊല്യൂഷൻ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പുസ്തകം വായിക്കുക. നിങ്ങളുടെ ലൈബ്രറിയിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് ഉണ്ടായിരിക്കേണ്ട പുസ്തകം, നിങ്ങളുടെ കൂടെ കൊണ്ടുപോകേണ്ട, എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു പുസ്തകം. അതാണ് ദ സീക്രറ്റ് അഥവാ രഹസ്യം എന്ന മനോഹരമായ പുസ്തകം. ഈ പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പുസ്തകത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ആമസോൺ വഴി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പുസ്തകം വാങ്ങിക്കാവുന്നതാണ്.
നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ സന്ദർശിക്കുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ജീവിതത്തിൽ വായിച്ചിരിക്കേണ്ട ഓരോ പുസ്തകങ്ങളായിട്ട് ഓരോ ആഴ്ചയിലും ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ജീവിതത്തിൽ വായിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. വരുന്ന വീഡിയോകളിലൊക്കെ ആ പുസ്തകങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും സന്തോഷവും സ്നേഹവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ആഷിഖ് തിരൂർ. ദ സീക്രട്ട് ബൈ റോണ്ട ബേൺ. റോണ്ട ബേൺ എഴുതിയ രഹസ്യം എന്ന പുസ്തകത്തിലെ അധ്യായം 10 ദ സീക്രട്ട് ടു ലൈഫ്, ജീവിതത്തിനുള്ള രഹസ്യം. ഈ അധ്യായം പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 7 പ്രധാനപ്പെട്ട രത്ന ചുരുക്കങ്ങളാണ്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ജീവിതത്തിൽ വായിച്ചിരിക്കേണ്ട ഓരോ പുസ്തകങ്ങളായിട്ട് ഓരോ ആഴ്ചയിലും ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുക. ഈ അധ്യായത്തിലെ ഒന്നാമത്തെ വളരെ മനോഹരമായ ആശയം ഇങ്ങനെയാണ്: നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബ്ലാക്ക് ബോർഡ് നിറയ്ക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഇതാണ് നിങ്ങളുടെ ദൗത്യം എന്ന് ദൈവം എഴുതി വച്ചിട്ടുള്ള ബ്ലാക്ക് ബോർഡ് ഒന്നും ഈ ആകാശത്തില്ല. എന്തിനാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ ബ്ലാക്ക് ബോർഡ് കണ്ടുപിടിക്കുക എന്നതാണ്. 2, നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇത്ര മാത്രമാണ്: ഈ ക്ഷണത്തിൽ സുഖാനുഭവത്തിലൂടെ കടന്നു പോവുക എന്നത് മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കുക, ആനന്ദം അനുഭവിക്കുക എന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം. എങ്കിൽ ആനന്ദം നൽകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഒരു കാര്യം നിങ്ങൾക്ക് രസകരമായത് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്. ആനന്ദം, സ്നേഹം, സ്വാതന്ത്ര്യം, സന്തോഷം, ചിരി, ഇതൊക്കെയാണ് എല്ലാം. ഒരിടത്തിരുന്ന് 1 മണിക്കൂർ സമയം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക. അതല്ല, ഒരു സാൻഡ്വിച്ച് കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കുന്നത് എങ്കിൽ അത് ചെയ്യുക. നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക. നിങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക: എന്താണ് എൻ്റെ ആനന്ദം? ആ ആനന്ദം നിങ്ങൾ കണ്ടെത്തുകയും സ്വയം വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആകർഷണ നിയമം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആനന്ദകരമായ കാര്യങ്ങളുടെ ഒരുപാട് വ്യക്തികളായിട്ടും സന്ദർഭങ്ങളായിട്ടും അവസരങ്ങളായിട്ടൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരിക തന്നെ ചെയ്യും. 4, ഇപ്പോഴാണ് നിങ്ങളുടെ മഹത്വത്തെ പുണരാനുള്ള സമയം. അതായത് ആന്തരികമായ സന്തോഷമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെയൊക്കെ വിജയത്തിൻ്റെ ഇന്ധനം. ഇപ്പോൾ സന്തോഷമായിരിക്കുക, ഈ ക്ഷണത്തിൽ സുഖാനുഭവത്തിലൂടെ പതിയെ കടന്നു പോവുക. അതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. ഈ സീക്രട്ട് എന്ന പുസ്തകം വായിച്ചതിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ ഒരൊറ്റ കാര്യം അതാണെങ്കിൽ രഹസ്യത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ഭാഗം നിങ്ങൾ നേടിക്കഴിഞ്ഞു. 5, അത്യന്തം ശോഭനമായ ഒരു യുഗത്തിലാണ് നാം ഇപ്പോൾ. നമ്മളെ പരിമിതപ്പെടുത്തുന്ന ചിന്തകളെ നാം ഉപേക്ഷിച്ചാൽ സൃഷ്ടിപരവും സർഗാത്മകവുമായ എല്ലാ മേഖലകളിലും മനുഷ്യകുലത്തിനുള്ള യഥാർത്ഥ മഹത്വം നാം തിരിച്ചറിയും. നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നത് പൂർണ്ണമായും നിങ്ങളുടെ കൈകളിൽ മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏത് തിരഞ്ഞെടുത്താലും അത് ശരിയാണ്. അതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് തീരുമാനിക്കുകയാണെങ്കിലും ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിലും തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേത് മാത്രമാണ്. 6, നിങ്ങൾ നിങ്ങളുടെ പരമാനന്ദത്തെ പിന്തുടരുക. അപ്പോൾ ഈ പ്രപഞ്ചം ചുമരുകൾ മാത്രമുണ്ടായിരുന്നിടത്ത് നിങ്ങൾക്കായിട്ട് 1000 വാതിലുകൾ തുറന്നു തരും.
ഈ ലോകത്ത് സന്തോഷപൂർവ്വം ജീവിക്കാനുള്ള എല്ലാ അർഹതയും നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്കുള്ളിലിരുന്ന് ആരോ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ മാത്രമാണ് നിങ്ങളിപ്പോൾ ജീവിതത്തിൻ്റെ നിർണായകമായ ഈ വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നത്. ഈ ലോകത്തിലേക്ക് എന്തെങ്കിലും പുതുതായി കൂട്ടിച്ചേർക്കണമെങ്കിൽ ചില മൂല്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ജന്മമെടുത്തിട്ടുള്ളത്. ഇന്നലതിനേക്കാൾ മെച്ചപ്പെട്ടതും ഉത്കൃഷ്ടവുമായ ജീവിതമായി തീരാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ജീവിതം. ഈ അധ്യായത്തിലെ അവസാനത്തെ ആശയം ഇങ്ങനെയാണ്: ഇപ്പോൾ രഹസ്യത്തെ സംബന്ധിക്കുന്ന ജ്ഞാനം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൈകളിൽ മാത്രമാണ്. നിങ്ങൾ ഏത് തിരഞ്ഞെടുത്താലും അത് ശരിയാണ്. ആ ശക്തി ഇപ്പോൾ നിങ്ങളുടേത് മാത്രമാണ്. ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ ചുറ്റിക്കറങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. മഹാസമുദ്രങ്ങൾ അലയടിച്ചുയരുന്നതും താഴുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. പക്ഷികൾ നിങ്ങൾക്ക് വേണ്ടിയാണ് പാടുന്നത്. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന മനോഹരമായ വസ്തുക്കൾ ഓരോന്നും, നിങ്ങൾ അനുഭവിക്കുന്ന അത്ഭുതകരമായ സംഗതികൾ ഓരോന്നും ഉണ്ടായത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ചുറ്റും ഒന്ന് നോക്കൂ. നിങ്ങളെ കൂടാതെ ചുറ്റുമുള്ള ഒന്നിനും നിലനിൽപ്പില്ല. നിങ്ങൾ ആരാണ് എന്നതിനെക്കുറിച്ച് ഇതുവരെ നിങ്ങൾ കരുതിയിരുന്നത് എന്തു തന്നെ ആയിരുന്നാലും യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന സത്യം നിങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനാണ് നിങ്ങൾ. ഈ സാമ്രാജ്യത്തിൻ്റെ കിരീടാവകാശി. നിങ്ങൾ ജീവിതത്തിൻ്റെ പരിപൂർണതയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ രഹസ്യം അറിയാം. ദ സീക്രറ്റ് ബൈ റോണ്ട ബേൺ. റോണ്ട ബേൺ എഴുതിയിട്ടുള്ള രഹസ്യം എന്ന ഈ മനോഹരമായ പുസ്തകം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈബ്രറിയിൽ നിങ്ങളുടേതായി മാത്രം വായിക്കേണ്ട ഒരു പുസ്തകം. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകേണ്ട ഒരു കുഞ്ഞു പുസ്തകം. ഈ പുസ്തകം നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വായിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ആമസോൺ വഴി പുസ്തകം വാങ്ങിക്കാവുന്നതാണ്.